already Ashley told me just to explain the how are you going to write in your answer paper and how we can plan the another 15 days. Actually, today's date is 15 November. So remaining only 16 days are left. So how can you study or how can you revise your pathology from last these 16 days? So everyone know this is your question paper pattern. Okay, it consists of 20 marks. For 20 marks എന്താണ് MCQ? ആക്ച്വലി ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരാം. ആഷ്ലി ഉണ്ടോ? യാസിൻ? യാസിൻ ഉണ്ട്. ബാക്കി എനിക്ക് ആരെയും സൈഡിൽ പേരൊന്നും കാണുന്നില്ല. എനിവൺ? Usually 20 marks. In which page you will write the answer of these questions for MCQ? In your answer paper, on which paper you are going to write answers for your MCQ? Anyone? Yasin? Anyone? ഇത് നിങ്ങളുടെ ഫസ്റ്റ് CBME പാറ്റേൺ എക്സാം ആണോ? ഈ പുതിയ പാറ്റേണിൽ ഫസ്റ്റ് ആണല്ലേ? സർ ഞാൻ 23യുടെ കൂടെ എഴുതുന്നു. എനിക്കപ്പം ഐഡിയ ഇല്ല. Okay. Usually from Kuhas there is an instruction. Please write your MCQ. Actually, first 20 MCQ question write on paper that page number 3. Okay. 3-ൽ തികഞ്ഞില്ലെങ്കിൽ മാത്രം you can write it on paper page number 4. So in page number 3 and 4 you should finish your MCQs. MCQ again it is 4 types. First, single response type, only one answer will be there. Next, multiple response type. It consists of around 2, maximum 3 set of answer in one MCQ question. Next, assertion reason type. Again, 5 questions. Next, case scenario. Like Kavita madam told, in case scenario, you should find out actually what is the diagnosis for that case. Based on that diagnosis, they will ask questions. And it is also asked as MCQ based. So, ആദ്യത്തെ 20 മാർക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് ലോങ് എസ്സേ. ആക്ച്വലി വൺ ഈസ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻഡ് അനദർ ഈസ് ഡയറക്റ്റ് എസ്സേ. സോ ഇറ്റ് ഈസ് for 10 marks. Okay, each question carry 10 marks. Next, short essay. It consists of 6 questions. Each question carry 6 marks. Next, short answer. 6 questions ഉണ്ട്. Each one carry 4 marks. So 6 മാർക്ക് ക്വസ്റ്റ്യൻ, 6 4 മാർക്ക് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 2 എസ്സേ. 80 പ്ലസ് 20 100. അപ്പൊ ഈ 20 മാർക്സ് യു ക്യാൻ ഏബിൾ ടു റൈറ്റ് എങ്ങനെ? സിമ്പിൾ ആണ്. അത് ഇതൊരു 10 മിനിറ്റിൽ കഴിയും. ഇഫ് യു നോ ആൻസർ തറവ്ലി യു ക്യാൻ ഫിനിഷ് വിത്തിൻ 10 മിനിറ്റ്സ്. എന്തായാലും അവസാനത്തെ 3 മണിക്കൂറിന് ശേഷം മാത്രമേ MCQ നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ better to find out the answer of clinical scenario and assertion reason type ഫസ്റ്റ് ആ 10 മിനിറ്റിൽ തന്നെ കിട്ടുന്നതാണ് നല്ലത്. ബിക്കോസ് ഇത് വായിച്ച് കൺഫ്യൂസ് ആവരുത്. അസർട്ടേഷൻ റീസൺ ടൈപ്പ്. സോ ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ അസർട്ടേഷൻ റീസൺ ടൈപ്പിന്റെ ഒക്കെ ആൻസർ നിങ്ങളുടെ പേപ്പർ 3 പേജ് നമ്പർ 3-ലും 4-ലും ഫിനിഷ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ലോങ് എസ്സേ, ഷോർട്ട് എസ്സേ, ഷോർട്ട് ആൻസർ 80 മാർക്സിനാണ്. യാസിൻ കാണാവോ? കാണാം. ഹലോ യാസിൻ, കാണാൻ വരുന്നുണ്ട് സർ. കാണാവോ? യെസ്. ഈ 80 മാർക്സ്, 80 വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ഈ 80 മാർക്സ് ഇൻ യുവർ ആൻസേഴ്സ്. ഓക്കെ, ആൻസർ കീയിൽ വ്യക്തമായിട്ട് ദേ വിൽ ഗീവ് കീ. ഈ കീ ഈസ് ബേസ്ഡ് ഓൺ ദീസ് ഹെഡിങ്സ്. സോ ഇൻ യുവർ ആൻസർ പേപ്പർ പ്ലീസ് റൈറ്റ്, അതായത് ഫോർ എസ്സേ,
long essay and short essay. And again, short answer, you should write your answers inside this heading. അപ്പൊ ഈ ഹെഡിങ് എഴുതാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും, ഈ ലോങ് എസ്സേയിൽ 1 question ഈസ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഈ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യനിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് ദർ ആർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് യുവർ പ്രൊവിഷണൽ ഡയഗ്നോസിസ്? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പത്തോജനിസിസ്? വാട്ട് ആർ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മോർഫോളജിക്കൽ ഫൈൻഡിങ് എന്ന് എടുത്ത് ചോദിക്കും. ബട്ട് 70 മാർക്കിന് ഡെഫിനറ്റ്ലി യു ഷുഡ് present your answer paper according to these heading. So first question, first ഞാൻ ഒരു ഡെമോ ക്വസ്റ്റ്യൻ ആണ്. 60-year-old female, 60-year-old female complaints of postmenopausal bleeding. 60-year female complaints of postmenopausal bleeding. Okay, what is your diagnosis? Anyone? 60-year-old female complaints of postmenopausal bleeding. What is your diagnosis? Anyone? എനിക്ക് കുട്ടികളുടെ പേര് കാണാൻ പറ്റുന്നില്ല. സാർ അത് പാർട്ടിസിപ്പൻസിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത എല്ലാവരുടെ ഇത് വരും, നെയിം വരും. ഓക്കെ, ജസ്റ്റ് എനിവൺ പറയാമോ? 60-year-old female കംപ്ലൈൻസ് ഓഫ് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് എന്ന് ചോദിക്കുമ്പോൾ എന്ത് ആൻസർ ആണ് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്? സാർ, ഒരാൾ എൻഡോമെട്രിയൽ കാർസിനോമ എന്ന് ചാറ്റിൽ എഴുതി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എൻഡോമെട്രിയൽ കാർസിനോമ കറക്റ്റ് ആണ്. അപ്പൊ എൻഡോമെട്രിയൽ കാർസിനോമ. നെക്സ്റ്റ്, പത്തോജനിസിസ്, ടൈപ്സ്, ലാസ്റ്റ് മോർഫോളജി. ഈ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി പ്രസന്റ് ഇൻ യുവർ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ആ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഇല്ല. സെക്കൻഡ് എസ്സേ ആയിരിക്കും അല്ലെ, ഡയറക്റ്റ് എസ്സേ. ഡയറക്റ്റ് എസ്സേ ആണെങ്കിൽ അവര് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും എൻഡോമെട്രിയൽ കാർസിനോമ, അങ്ങനെ തന്നെ ചോദിക്കും. എൻഡോമെട്രിയൽ കാർസിനോമ എന്ന് തന്നെ ചോദിക്കും. എൻഡോമെട്രിയൽ കാർസിനോമ എന്ന് ചോദിച്ചാൽ എന്തെഴുതും? ഫസ്റ്റ് യു ഷുഡ് റൈറ്റ് ഡെഫിനിഷൻ. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഉണ്ടോ? എൻഡോമെട്രിയൽ കാർസിനോമ ഡെഫിനിഷൻ ഉണ്ടോ? ഇല്ല. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ്, എല്ലാ ക്വസ്റ്റ്യനും ടൈപ്പ് ഇല്ല, ബട്ട് ഇൻ എൻഡോമെട്രിയൽ കാർസിനോമ ദർ ഈസ് type 1 and type 2. നെക്സ്റ്റ്, എത്തിയോളജി ഓഫ് എൻഡോമെട്രിയൽ കാർസിനോമ. നെക്സ്റ്റ് ഹെഡിങ് പത്തോജനിസിസ്. നെക്സ്റ്റ് ഹെഡിങ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. നെക്സ്റ്റ്, മോർഫോളജി. ഇൻസൈഡ് മോർഫോളജി യു ഷുഡ് റൈറ്റ് ഗ്രോസ് ആൻഡ് മൈക്രോസ്കോപ്പി. മൈക്രോസ്കോപ്പി എഴുതിയാൽ പോരാ, യു ഷുഡ് ഡ്രോ ഹിസ്റ്റോളജി പിക്ചർ. നെക്സ്റ്റ്, ലാബ് ഇൻവെസ്റ്റിഗേഷൻ. ലാസ്റ്റ്, ട്രീറ്റ്മെന്റ്. സോ ഈ 8 ഹെഡിങ്. സംടൈംസ് ചില ക്വസ്റ്റ്യനിലെ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടൈപ്സ് കാണത്തില്ല, എങ്കിലും ഡെഫിനറ്റ്ലി യു ഷുഡ് റൈറ്റ് ഓൾ അതർ 7 ഹെഡിങ്സ്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, പത്തോളജി, ദിസ് ഈസ് ദ വേ ഓഫ് റൈറ്റിംഗ് യുവർ ആൻസർ പേപ്പർ. ശ്രദ്ധിക്കണം, 70 മാർക്കിന്, അതായത് ഷോർട്ട് ആൻസർ ആവട്ടെ, ഷോർട്ട് എസ്സേ ആയിക്കോട്ടെ, ലോങ് എസ്സേയില് സെക്കൻഡ്, അതായത് ഡയറക്റ്റ് എസ്സേ, നിങ്ങൾ ആൻസർ പേപ്പർ പ്രസന്റ് ചെയ്യുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദിസ് സിനോപ്സിസ്. അപ്പം ഒരു എസ്സേ ആണെങ്കിൽ ലോങ് എസ്സേയില് സിനോപ്സിസ് എന്ന് ഹെഡിങ് എഴുതിയാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പേപ്പർ എടുക്കുക, അതിനകത്ത് എഴുതണമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് എഴുതേണ്ടത് ഈ കാര്യങ്ങളാണ്. ദിസ് ഈസ് ദ വേ ഓഫ് റൈറ്റിംഗ് യുവർ ആൻസർ പേപ്പർ. ഓക്കെ, അപ്പൊ എഴുതിക്കോ സിനോപ്സിസ്. നിങ്ങൾ ആ സൈഡിലുള്ള പേപ്പറിൽ എഴുതിക്കോ സിനോപ്സിസ്. സിനോപ്സിസിനകത്ത് ഇൻട്രൊഡക്ഷൻ, നെക്സ്റ്റ് എത്തിയോളജി, then pathogenesis, next clinical features, next morphology. Morphology again it is classified into gross and microscopy. Next, lab investigation, and finally treatment. So ഇതാണ് pattern to last 3 marks. If you write your answer under these heading, ഈ പ്രോപ്പർ വേയിൽ എഴുതി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഏബിൾ ടു റൈറ്റ് യുവർ ആൻസർ നീറ്റ്ലി. മറന്നുപോയിട്ടുള്ള കാര്യങ്ങളും കൂടെ എഴുതാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഗ്യാസ് അടിക്കാന്ന് പറയത്തില്ല, അതുപോലെ എന്തെങ്കിലും പോയിന്റ് എഴുതാനാണെങ്കിൽ ഈ ഹെഡിങ് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് യു ക്യാൻ ഏബിൾ ടു റൈറ്റ് ഓൾ ആൻസർ. യാസിൻ,
പത്തോളജി ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയാണോ ആൻസർ ചെയ്തെന്ന് മോഡൽ സെഷൻസിനൊക്കെ? സാർ എനിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഇന്റേണൽസ് വരെ ആയില്ല. ആയിട്ടില്ല. ഓക്കെ. എനിവേ, ഇഫ് യു ആർ ഗോയിങ് ടു റൈറ്റ് യുവർ പത്തോളജി ആൻസർ പേപ്പർ, ഡെഫിനറ്റ്ലി റൈറ്റ് ആൻസർ വിത്ത് ഹെഡിങ്സ്. ഓക്കെ, ഇഫ് heading is there, definitely they will give mark and you can able to remember. Because pathology ഒരു കടല് പോലെയാണ്. ഇപ്പൊ കവിതായാലും അശ്വമേധായാലും മണിക്കൂറിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ച് ആ ക്ലാസ് കഴിഞ്ഞ് ആലോചിച്ച് നോക്കുമ്പോ എല്ലാം അല്ല, മീൻസ് നിങ്ങൾ നിങ്ങൾ ഇരുന്ന് വായിച്ച് ഈ ഹെഡിങ്ങിനകത്തുള്ള ഞാൻ ഏഴ് ഹെഡിങ് പറഞ്ഞു, 7 പോയിന്റ് അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഏബിൾ ടു റൈറ്റ് 10 മാർക്ക് എഴുതാൻ പറ്റും. അപ്പം പ്ലീസ്, ഇപ്പം കവിതാമണം പറഞ്ഞതുപോലെ നിങ്ങളും കൂടെ ഒന്ന് ചെയ്യണം. ട്രൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് 15 ഡേയ്സിൽ ഈ ഹെഡിങ് മനസ്സിൽ വരണം. ഈ ഹെഡിങ്ങിനകത്തുള്ള പോയിന്റ്സ് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സെക്കൻഡ് ക്വസ്റ്റ്യന് ഷോർട്ട് ആൻസർ 4 മാർക്സ് ആണ്. 4 മാർക്സ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ഷുഡ് റൈറ്റ് 2 പേജ്. ഇത് ഷോർട്ട് എസ്സേ ആണെങ്കിലും മിനിമം 2 പേജ്, മാക്സിമം യു ക്യാൻ ഏബിൾ ടു റൈറ്റ് 3. അപ്പൊ എത്ര പേപ്പർ എഴുതിയാലും അണ്ടർ ദിസ് ഹെഡിങ് ചുമ്മാ എഴുതിയിട്ട് കാര്യമില്ല. അണ്ടർ ദിസ് ഹെഡിങ് ഇഫ് യു റൈറ്റ് സംതിങ് ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് മാർക്ക്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് നമ്മളിപ്പം 16 ഡേയ്സ് ഉണ്ട് അല്ലെ? ഇനി നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ഡിസംബർ ആണ്. അത് ഫാർമക്കോളജി ആണ്. ഡെഫിനറ്റ്ലി 3 days വോയിസ് കട്ട് ആവുന്നുണ്ട്. മാത്രം അവിടെ വേറെ ഒന്നും എടുക്കരുത്, ഫാർമക്കോളജി മാത്രം. ബട്ട് ഈ പറയുന്ന ബാക്കി 12 ദിവസത്തില് ഒരു 5 വോയിസ് കട്ടാകുന്നു. അത്യാവശ്യം റേഞ്ച് ഉണ്ട്, കേൾക്കുന്നുണ്ട് ഇപ്പൊ? ഹലോ സാർ ഇപ്പൊ ചെറുതായിട്ട് ചെറിയ ഇഷ്യൂ ഉള്ളൂ ഇപ്പൊ. ഹലോ. ഓക്കെ സാർ, ക്ലിയർ ആയി. ഹലോ യാസിൻ, കേൾക്കാവോ? ക്ലിയർ ആയി. ഹലോ യാസിൻ. സാർ ക്ലിയർ ആയി. ലാപ്പ് മാറ്റി ഫോണിൽ നിന്നാണ് ഇപ്പം കയറുന്നത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് 16 ഡേയ്സിൽ ഇനി 12 ഡേയ്സ് മാത്രമേ പത്തോളജി കൊടുക്കണം. ഈ 12 ഡേയ്സും പത്തോളജി കൊടുക്കേണ്ട. അറ്റ്ലീസ്റ്റ് യു ഷുഡ് ഗീവ് മിനിമം 5 ഡേയ്സ്. ഈ 5 ഡേയ്സിൽ 1 day ഫോർ ഹെമറ്റോളജി ആൻഡ് ക്ലിപ്പ്. 2 ദിവസം വേണം ജനറൽ പത്തോളജി പഠിക്കണമെങ്കിൽ. ഞാൻ പറഞ്ഞ 1.5 days. ആൻഡ് ലാസ്റ്റ് 1/2 ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? റിവിഷന് വേണ്ടിയിട്ടാണ്. ബിക്കോസ് 10 ചാപ്റ്റർ ഉണ്ട്. അപ്പൊ റിവിഷന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് 1/2 ദിവസം. നെക്സ്റ്റ് 3 ഡേയ്സ് വേണം സിസ്റ്റമിക് പത്തോളജി. 3 ഡേയ്സ് ഇട്ടത് ബിക്കോസ് ഈ സിസ്റ്റമിക് പത്തോളജി വരുന്നത് 9-12-നാണ്. അതായത് നിങ്ങളുടെ ജനറൽ പത്തോളജി കഴിഞ്ഞ് നിങ്ങൾക്ക് ഏകദേശം പ്യുവർലി 2 ദിവസമുണ്ട്. അപ്പൊ റിവിഷൻ നന്നായിട്ട് നടക്കും 2 ദിവസം ഉള്ളതുകൊണ്ട്. അപ്പം പ്ലീസ് മേക്ക് യുവർ നോട്ട് അണ്ടർ ദീസ് ഹെഡിങ്. അതായത് വെറുതെ ഇരുന്ന് വായിച്ചിട്ട് കാര്യമില്ല. യു ഷുഡ് റൈറ്റ്. അതായത് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇഫ് യു സ്റ്റഡി ആൻഡ് റൈറ്റ് അണ്ടർ ദീസ് ഹെഡിങ്. അത് ഒരു കഷ്ണം പേപ്പറിൽ ഈ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു റിവൈസ് ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ വിൻ. ഈസി ആയിട്ട് അത് വിൻ ചെയ്യുന്ന എത്ര മോർ ദാൻ 80% മാർക്ക് വാങ്ങും. കാരണം സിസറോണിലായാലും ലൂമിനറിലായാലും ദർ ആർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഈ ഹെഡിങ്ങിനകത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഹെഡിങ് മറക്കരുത്. ഈ ഹെഡിങ് അറിയാമെങ്കിൽ എന്തെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. ഇത്രയും മിനിമം ഇത്രയും ദിവസം കൊടുത്താലേ തീരത്തുള്ളൂ. കാരണം സിസ്റ്റമിക് പത്തോളജിയിൽ അറൌണ്ട് 14 സിസ്റ്റംസ് ഉണ്ട്. 14 സിസ്റ്റത്തില് നമ്മളിപ്പോ ഓരോ ദിവസം എല്ലാ സിസ്റ്റവും കൂടെ പഠിക്കാൻ പറ്റത്തില്ല, അറിയാലോ. ഇപ്പൊ ഞാനിപ്പോ ഇന്ന് എടുക്കാൻ പോകുന്നത് ആക്ച്വലി ദീസ് 8 സിസ്റ്റംസ്. ഈ 8 സിസ്റ്റംസ്
1 മണിക്കൂറിൽ എടുക്കണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അത് പറ്റത്തില്ല. ബിക്കോസ് ബ്ലഡ് വെസൽ മാത്രം തന്നെ അതിനകത്ത് ഏകദേശം 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്തതാ FGT MGT ഒക്കെ വരുമ്പോഴേക്കും ഇഷ്ടം പോലെ ഉണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം തന്നെ വേണമെങ്കിൽ ഒരു ദിവസം ഫുള്ള് വെച്ചുകൊണ്ടിരിക്കാം. പക്ഷെ അങ്ങനെ ഇരിക്കരുത്. ഇറ്റ് ഇസ് ടൈം വേസ്റ്റ്. 15 മിനിറ്റ് ഒരു ക്വസ്റ്റ്യന് മാക്സിമം കൊടുക്കേണ്ടത്. 15 മിനിറ്റ് പഠിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഈ പറഞ്ഞ പോലെ നമുക്കൊരു 20 മിനിറ്റ് ഒക്കെ ഓർമ്മിച്ച് ശ്രദ്ധയോടെ ഇരിക്കാൻ പറ്റും. അതിൽ 15 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നടന്നിട്ടൊക്കെ വരാനുള്ള ഒരു സമയമാണ്. അപ്പൊ ഈ 15 മിനിറ്റിൽ ഈ ഹെഡിങ്ങിനകത്ത് എല്ലാം പഠിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളിപ്പോ ഹർഷ്മോഹൻ ആയിക്കോട്ടെ, രാംദാസ് ആയിക്കോട്ടെ, റോബിൻസ് ആയിക്കോട്ടെ, ഒരു വെള്ള കഷ്ണം പേപ്പർ എടുക്കുക, ഈ ഹെഡിങ് എഴുതുക. ഇപ്പൊ എംഫൈസീമ എന്ന് എഴുതിയിട്ട് അതിന്റെ ഡെഫിനിഷൻ, എംഫൈസീമയ്ക്ക് ഡെഫിനിഷൻ ഉണ്ട്. അപ്പം ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് റൈറ്റ് ഡെഫിനിഷൻ. നെക്സ്റ്റ് അതില്ല, ജസ്റ്റ് COPD മാത്രമാണ് ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ, COPD ആണെങ്കിൽ യു ഷുഡ് റൈറ്റ് ഇൻട്രൊഡക്ഷൻ. അണ്ടർ ഇൻട്രൊഡക്ഷൻ യു ക്യാൻ ഏബിൾ ടു റൈറ്റ് ഓൾ ദ അതർ DDs. അപ്പം ഡെഫിനിഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് എത്തിയോളജി. Sometimes you can write this etiology merge with pathogenesis. അതാണ് എത്തിയോപത്തോജെനിസിസ്. യൂഷ്വലി ഇൻ atherosclerosis we can able to write എന്ത് എത്തിയോളജി എന്നല്ല, റിസ്ക് ഫാക്ടർ എന്നാണ് പറയുന്നത്. റിസ്ക് ഫാക്ടർ. ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് ചില ക്വസ്റ്റ്യൻസിന്. ബട്ട് ലൈക്ക് യുവർ ജനറൽ പത്തോളജി ഓരോ ക്വസ്റ്റ്യനും ഓരോ ഹെഡിങ് അല്ല, മനസ്സിലാക്കണം. യു ക്യാൻ റൈറ്റ് hematology and systemic pathology under these heading, but your general pathology ഓരോ ക്വസ്റ്റ്യനും ഓരോ ഹെഡിങ് ആണ്. അതുകൊണ്ട് ഈ 10 ജനറൽ പത്തോളജി ടോപ്പിക്കേ ഉള്ളൂവെങ്കിലും നിങ്ങൾ 2 ദിവസം തറവിലി കൊടുക്കണം. ഓക്കെ, അതാണ് 2 ദിവസം കൊടുക്കാൻ പറഞ്ഞത്. കാരണം ജനറൽ പത്തോളജിക്ക് ഓരോ ക്വസ്റ്റ്യനും ഓരോ ഹെഡിങ് ആണ്. അണ്ടർ അപ്പോപ്റ്റോസിസ് യു ഷുഡ് റൈറ്റ് ദ അതിന് ഇൻട്രൻസിക് പാത്വേ, എക്സ്റ്റൻസിക് പാത്വേ, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പോപ്റ്റോസിസ് നെക്രോസിസ് എഴുതണം. അപ്പൊ അങ്ങനെ ഈ പറയുന്ന പോലെ അതിന്റെ പാത്വേ മാറുന്നുണ്ട്, അതിനകത്ത് എഴുതേണ്ട കണ്ടന്റ്സ് മാറുന്നുണ്ട്. സോ ജനറൽ പത്തോളജി ദർ ഈസ് സ്ലൈറ്റ് ഡിഫറൻസ് ഫ്രം ദീസ് ഹെഡിങ്. ബട്ട് ഹെമറ്റോളജിയും സിസ്റ്റമിക് പത്തോളജിയും പ്യൂർലി നിങ്ങൾക്ക് ഈ ഹെഡിങ്ങിനകത്ത് എഴുതാം. ദർ ഇസ് നോ ഡൗട്ട്. ഇങ്ങനെ എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഹെമറ്റോളജിയിൽ വരുമ്പോൾ ഇവിടെ മോർഫോളജി ആണോ എഴുതുന്നത്? അല്ല, പെരിഫറൽ സ്മിയർ ഫൈൻഡിങ് അല്ലെങ്കിൽ ബോൺ മാരോ ഫൈൻഡിങ് എന്ന് ഈ മോർഫോളജിയുടെ അവിടെ ഹെഡിങ് പോവും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ എഴുതിയെങ്കിൽ ലാബ് ഇൻവെസ്റ്റിഗേഷനിലായാലും യു ഷുഡ് റൈറ്റ്. എനിവേ, ഹെമറ്റോളജി മറക്കരുത്. യു ഷുഡ് ഡ്രോ പിക്ചർ ഓഫ് പെരിഫറൽ സ്മിയർ. അത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ, കവിത മേഡം പറഞ്ഞാൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് റൈറ്റ് ബോൺ മാരോ ഫൈൻഡിങ് ഓൾസോ. അത് വരയ്ക്കണം, നോട്ട് റൈറ്റ്, യു ഷുഡ് ഡ്രോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റമിക് പത്തോളജിക്ക് നിങ്ങൾക്ക് 2 ദിവസം കിട്ടും. ബട്ട് ജനറൽ പത്തോളജിക്ക് ഓൺലി 1 ഡേ. സോ ഇവിടെ നമ്മൾ ഈ പഠിക്കുന്ന ദിവസങ്ങളിൽ ഈ 2 ദിവസം കട്ടയ്ക്ക് പഠിക്കണം. ആൻഡ് പ്രിപ്പയർ യുവർ ഓൺ നോട്ട്സ്. നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടെങ്കിൽ ആ ആൻസർ എല്ലാം ഒന്ന് നമ്മുടെ ലൂമിനറിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് നോട്ട്, അതായത് ഇമ്പോർട്ടൻ്റ് വേണം പറയുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ പേപ്പർ റെഡി ആക്കി വെക്കുക. ഇനി അങ്ങനെ ആൻസർ റെഡി ആയില്ലെങ്കിൽ പ്ലീസ് ടേക്ക് 1 പേപ്പർ ആൻഡ് റൈറ്റ് ദീസ് ഹെഡിങ്. ഈ ഹെഡിങ്ങിനകത്ത് ജസ്റ്റ് സ്ക്രിബിൾ ചെയ്ത് നിങ്ങൾ വായിക്കുന്നത് അപ്പം തന്നെ എഴുതി വെക്കുക. പിന്നെ ചില കുട്ടികൾക്ക് ഇതായിരിക്കില്ല പാറ്റേൺ. ഞാനിത് ലാസ്റ്റ് ഒന്നും പഠിക്കാതിരിക്കുന്ന കുട്ടികൾക്കാണ് ഞാൻ ഈ ഒരു പ്ലാൻ പറഞ്ഞു തന്നത്. ബട്ട് എന്തായാലും ഒരു ദിവസം ഹെമറ്റോളജി കൊടുക്കണം, 2 ദിവസം ജനറൽ പത്തോളജി കൊടുക്കണം, 3 ദിവസം സിസ്റ്റമിക് പത്തോളജി കൊടുക്കണം. ആൻഡ് എക്സാമിന് 2 ദിവസം ഉണ്ടാകും. 2 ദിവസം നന്നായിട്ട് റിവൈസ് ചെയ്ത് സിസ്റ്റമിക് പത്തോളജിക്ക് പോയാൽ ഉറപ്പായിട്ടും നമുക്ക് 80% മാർക്ക് വാങ്ങാൻ പറ്റും. എത്ര നന്നായിട്ട് എഴുതിയാലും ഒരു 85-90% കിട്ടും. ബട്ട് ഇഫ് യു റൈറ്റ് അണ്ടർ ദീസ് ഹെഡിങ് ഒരു 50 മാർക്ക് കിട്ടാനുള്ള കുട്ടിക്ക് ഉറപ്പായിട്ടും ഒരു 70% മാർക്ക് വരെ എത്താൻ പറ്റും. കാരണം ഇത് കീഴകത്ത് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഇൻട്രൊഡക്ഷനിലെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് പോവാം. ഫസ്റ്റ് ആക്ച്വലി 8 systems ഉണ്ട്. I'm going to just cover the important topics. Please write. Okay, നിങ്ങളുടെ ആ ഒരു ആൻസർ പേപ്പറിൽ ഞാൻ പറഞ്ഞില്ല, എടുത്ത പേപ്പറിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഞാൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്, അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറയും. ഞാൻ ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. ബട്ട് ഈ ഒരു
pattern. Please take a snapshot. Snapshot എവിടെ നിങ്ങളുടെ മൈൻഡിൽ എടുക്കണം. നിങ്ങൾ ഇപ്പൊ ചുമ്മാ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ. Headings in pathology, language of pathology. You should write introduction. Next, you should write etiology. Etiology are the cause. Next, you should write pathogenesis. എന്നിട്ട് copy. Next, lab investigation, and finally treatment. Then only you can able to write this 70 mark neatly. And you should write under this synopsis. Plan കഴിഞ്ഞു. Next, first system, blood vessel. Under blood vessel, atherosclerosis. Atherosclerosis essay question ആണ്. So ആ essay question തന്നെ പഠിക്കാം. യൂഷ്വലി എന്താണ് ഒരു ഡെഫിനിഷൻ ഇല്ല. So what is it? Under inside the introduction, you should write hardening of arteries. Next, cause അല്ല ഇവിടെ ഞാൻ പറഞ്ഞത് there is some change. Actually this cause or same ഈ റിസ്ക് ഫാക്ടർ തന്നെയാണ് കോസ്, ബട്ട് നിങ്ങളുടെ വോയിസ് കട്ടാവുന്നുണ്ട്. for atherosclerosis and it is classified into and Yasin പറഞ്ഞ ഹലോ അമ്മ കട്ടാവുന്നുണ്ട് സാർ ഇപ്പൊ ഒന്ന് നോക്കിയേ. ഹലോ ചെറുതായിട്ട് കട്ടാവുന്നുണ്ട് ഇപ്പൊ. ഹലോ ഓക്കെ, റെഡി സാർ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ യാസിൻ. എനിക്ക് പാർട്ടിസിപ്പൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അതാണ് പിന്നെ ഫോണിലാണ് എടുത്തത്. അതാ ലാബ് പ്രോബ്ലം ആണ്. ലാബിൽ സൂം വരുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പം ഫോണിലാണ്. അപ്പൊ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറയുക. ഓക്കെ, നെക്സ്റ്റ് atherosclerosis ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, inside atherosclerosis cause അല്ല, there is a particular question known as risk factor for atherosclerosis. അത് പഠിക്കണം. modifiable and non modifiable. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. ബട്ട് യു ഷുഡ് സ്റ്റഡി atherosclerosis. cause അല്ല, ഇവിടെ റിസ്ക് ഫാക്ടർ ആണ്. നെക്സ്റ്റ് പത്തോജെനസിസ്. പത്തോജെനസിസ് യൂഷ്വലി എന്താണ്? ഒരു നിയോ ഇൻറ്റിമ ഫോർമേഷൻ ആണ്. ആക്ച്വലി ദ എക്സാക്ട് പത്തോജെനസിസ് ഈസ് അൺനോൺ. ദർ ആർ സം തിയറീസ് for atherosclerosis. Main thing endothelial damage theory എന്ന് പറയും കേട്ടോ. endothelial damage theory. Okay, ഈ endothelial damage theory അനുസരിച്ച് there will be a neo-intima formation. Okay, neo-intima formation. ഈ neo-intima formation means എവിടെ tunica medially along with the smooth muscle and macrophage form cells ഉണ്ടാവും. form cells. This form cells aggregate to form എന്താണ്? form cell മാറി അവസാനം fatty streak ആവും. fatty streak. ഈ fatty streak ആണ് visible lesion. Earlier visible lesion fatty streak ആണ്. ഓക്കെ, ഈ fatty streak എന്ത് കുറെ കാലം കഴിയുമ്പോൾ it will change into atheroma. ലാസ്റ്റ് എന്താവുന്നു? നമ്മുടെ ഒരു atheromatoous plaque ആയിട്ട് മാറുന്നു. ഈ atheromatoous plaque ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ atherosclerosis പഠിക്കുമ്പോൾ റോബിൻസിലുള്ള atherosclerotic plaque പഠിക്കാൻ മറക്കരുത്. ഇത് വരച്ച് തന്നെ പഠിക്കണം. ആക്ച്വലി കണ്ടോ, ഇത് ഇൻറ്റിമയാണ്. ഒരു നിയോ ഇൻറ്റിമ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇൻസൈഡ് എന്ത് ടൂണിക്ക മീഡിയ യു ഷുഡ് ഡ്രോ ഏത് നമ്മുടെ നെക്രോട്ടിക് സെന്ററിനകത്ത് നമ്മുടെ കുറച്ച് കൊളസ്ട്രോൾ ക്ലഫ്റ്റ് ഉണ്ട്, ഫോം സെല്ലുണ്ട്, ഈ പറഞ്ഞ മാക്രോഫേജ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം വരച്ച് ഒരു ലൈനിങ്ങും കൂടെ, അതായത് പുതിയൊരു ഇൻറ്റിമ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പിക്ചറാണ് atherosclerotic പ്ലാക്കിന് വരയ്ക്കേണ്ടത്. അപ്പൊ ഈ പിക്ചർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ് കോംപ്ലിക്കേഷൻ ഓഫ് atherosclerosis? കോംപ്ലിക്കേഷൻ മെയിൻലി അന്യൂറിസം, അതായത് എന്താണ്? പെർമനന്റ് ഡയലറ്റേഷൻ, ഇറിവേഴ്സിബിൾ ഡയലറ്റേഷൻ ഓഫ് ബ്ലഡ് വെസൽ. പിന്നെ അയോർട്ടിക് ഡിസെക്ഷൻ ഉണ്ടാവും. ഫൈനലി മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അപ്പൊ മയോകാർഡിയൽ ഇൻഫാക്ഷൻ നമ്മൾ ബ്ലഡ് വെസലിൽ നിന്ന് CVS-ലോട്ട് ചാടിയതല്ല, എങ്കിലും മയോകാർഡിയൽ ഇൻഫാക്ഷൻ essay question ആണ്. അപ്പൊ യു ഷുഡ് റൈറ്റ് വാട്ട് ഈസ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഇൻട്രൊഡക്ഷൻ. അതിന്റെ കോസിനകത്ത്
ഡെഫിനറ്റ്ലി യു ഷുഡ് റൈറ്റ് എന്ത് ഈ പറഞ്ഞ മോഡിഫൈബിൾ നോൺ മോഡിഫൈബിൾ കൗസ് അവിടെ എഴുതാം. ബിക്കോസ് ഇത് കാരണം ഉണ്ടാവുന്ന അത്രോസ്ക്ലീറോസിസ് ആൻഡ് ലേറ്റർ ചേഞ്ച് ഇൻ ടു MI. ഓക്കെ, അപ്പം അത്രോസ്ക്ലീറോസിന്റെ റിസ്ക് ഫാക്ടർ യു ക്യാൻ റൈറ്റ് ഇൻസൈഡ്. അതായത് ഒരു 10 മാർക്കിന് MI ആണ് ചോദിക്കുന്നതെങ്കിൽ എഴുതാൻ മറക്കരുത്. പിന്നെ അടുത്ത് MIയുടെ ECG ചേഞ്ച് ചോദിക്കും. ക്ലിനിക്കൽ ഫീച്ചർ എല്ലാവർക്കും അറിയാം, അല്ലെ? ഞാൻ പറയേണ്ട ആവശ്യമില്ല. ക്ലിനിക്കൽ ഫീച്ചർ യു ഷുഡ് റൈറ്റ്. നെക്സ്റ്റ് മോർഫോളജി. ഇഫ് ദേ ആസ്ക് മോർഫോളജി സെപ്പറേറ്റ്, ഇത് ഈ പറഞ്ഞ ഷോർട്ട് ടെസ്റ്റ് 6 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റൻ ആണ്. ഇഫ് ദേ ആസ്ക് 6 മാർക്ക് ക്വസ്റ്റ്യൻ, ഈ ഒരു ടേബുലാർ കോളം യു ഷുഡ് റൈറ്റ്. കവിത മേഡം പറഞ്ഞ പോലെ ചില ക്വസ്റ്റ്യൻസിന് യു ഷുഡ് ടേബുലേറ്റ്. ബെറ്റർ ടു ഡു ടേബുലേഷൻ. ഈ ടേബുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തായാലും മാർക്ക് അവിടെ ഇടാതെ പോകാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ടാബ്ലേറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ അത് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ. അതായത് 6 മാർക്കിന് ചോദിച്ചാൽ 4 മാർക്ക് ഈ ടേബുലർ കോളം കാണുമ്പോൾ കിട്ടും. ബാക്കിയുള്ള 1.5 മാർക്ക് കാണണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് റൈറ്റ് സംതിങ് ബിലോ ദിസ് ടേബുലർ കോളം. ഓക്കെ, അതായത് 4 മാർക്ക് ആണെങ്കിൽ ഇത്രയും വരച്ചാൽ പോരെ, നേട്ടം മതി. അതായത് ഇത് കണ്ടിട്ട് ഒരു 3 മാർക്കെങ്കിലും ഇടും. ബട്ട് 6 മാർക്ക് ആണെങ്കിൽ പ്ലീസ് റൈറ്റ് എന്ത് നമ്മുടെ ഈ ഒരു ടേബുലർ കോളം വരയ്ക്കണം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇൻട്രൊഡക്ഷൻ എഴുതിയാൽ നല്ലത്. അത് കണ്ട അപ്പം 5.5 മാർക്ക് അവിടെ വീഴും. ഇപ്പം ജസ്റ്റ് മോർഫോളജി എന്ന് മാത്രമാണ്, മോർഫോളജി ഓഫ് MI ആണ് ക്വസ്റ്റ്യൻ എങ്കിലും ഒരു 6 മാർക്കിനാണെങ്കിൽ ഇഫ് യു റൈറ്റ് ദീസ് തിങ്, അതായത് എല്ലാം ഒന്നും എഴുതണ്ട, ജസ്റ്റ് പോയിന്റ്സ്. കവിത വേണം പറഞ്ഞ പോലെ വാരി വലിച്ചെഴുതണ്ട, പോയിന്റ്സ്. ബട്ട് എങ്ങനെ പോയിന്റ്സ് എഴുതും? ഇൻസൈഡ് ദീസ് ഹെഡിങ്. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിൽ ഇതിന്റെ സ്നാപ്ഷോട്ട് ഉണ്ട്, ആ സമയത്ത് അവിടെ എഴുതണം. എക്സാമിന്റെ കൂൾ ഓഫ് ടൈമിൽ ഈ ഒരു രീതിയിലാണ് എഴുതാൻ പോകുന്നത്. ദിസ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് പത്തോളജി. ഇതാണ് ആൻസർ കീയിലുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് എഴുതാൻ പോകുന്നത് എന്നുള്ളത് ആ കൂൾ ഓഫ് ടൈമിൽ ഓർമ്മിച്ച് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആ ഒരു രീതിയിലാണ്. അതായത് ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ അങ്ങ് തിരിഞ്ഞു പോകും. അതായത് മോർഫോളജി ആണോ, മോർഫോളജി മാത്രം. അത് മാർക്ക് കൂടെ നോക്കണം. 4 മാർക്ക് ആണെങ്കിൽ ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ ഒരു 3 മാർക്ക് വരും. പക്ഷേ 6 മാർക്ക് ആണെങ്കിൽ പ്ലീസ് റൈറ്റ് അണ്ടർ ഹെഡിങ്സ്. ഓക്കെ, ഇപ്പൊ മോർഫോളജി, MIയുടെ മോർഫോളജി പറയുമ്പോൾ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഗ്രോസ് ഫൈൻഡിങ് ആദ്യത്തെ അരമണിക്കൂറിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഏത്? മയോഫൈബ്രിൽസിന്റെ റിലാക്സേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പറയുന്ന പോലെ അക്കോർഡിംഗ് ടു ടൈമിങ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് ആൻ അവറിൽ വേവി മയോഫൈബേഴ്സ് ഉണ്ടാവും. നെക്സ്റ്റ് 4 to 12 അവറിൽ എന്ത്? അതായത് നമ്മുടെ മെയിൻ നെക്രോസിസ്. ഇവിടെ കൊയാഗുലേറ്റിംഗ് നെക്രോസിസ് ആണ് MIയിൽ വരുന്നത്. ഓക്കെ, കൊയാഗുലേറ്റിംഗ് നെക്രോസിന്റെ കാര്യം മറക്കരുത്. നെക്രോസിസ് സെല്ലുലാർ ലെവൽ. ഇഫ് യു അതായത് നമ്മുടെ മൈക്രോസ്കോപ്പിനകത്തൂടെ കാണുന്ന സെല്ലുലാർ ലെവലിലാണ്, അല്ലെ? സെല്ലുലാർ ലെവലിൽ യു ഷുഡ് റൈറ്റ് നെക്രോസിസ്. അതേസമയം ഗ്രോസിൽ എന്താണ്? ഈ ഗ്രോസില് നെക്രോട്ടിക് ആയിട്ടുള്ള ടിഷ്യൂസ് എല്ലാം വെച്ചാൽ ഇൻഫാക്ഷൻ ഉണ്ടാവുന്നു. അപ്പം ഇൻഫാക്ഷൻ ചേഞ്ചസ് എല്ലാം ഗ്രോസിൽ എഴുതുന്നു. ഇവിടെ നെക്രോസിസിനെ കുറിച്ച്, നെക്രോസിസിൽ എപ്പോഴാണ് അവിടെ ന്യൂട്രോഫിൽസ് വരുന്നത്? 1 to 3 ഡേയ്സിൽ ദർ വിൽ ബി ഡെൻസ് ന്യൂട്രോഫിലിക് ഇൻഫിൽട്രേഷൻ. പിന്നെ അടുത്തുണ്ട് 7 ഡേയ്സിൽ, 7 to 14 ഡേയ്സിൽ എന്തുണ്ടാവുന്നു? ഗ്രാനുലേഷൻ ടിഷ്യൂവിന്റെ കാര്യം മറക്കരുത്. ലാസ്റ്റ് 2 months സ്കാറിങ് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പം ഇതെല്ലാം എഴുതാൻ പറ്റിയ നല്ലത്. അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഹാഫ് ആൻ അവറിലുള്ള വേവി മയോഫൈബേഴ്സ് പ്ലീസ് റൈറ്റ് ഡൗൺ. എല്ലാ മോർഫോളജി എഴുതണം. ബട്ട് ഡോണ്ട് ഫർഗെറ്റ് ടു റൈറ്റ് വേവി മയോഫൈബേഴ്സ് ബിറ്റ്വീൻ ഹാഫ് ആൻ അവർ ടു 4. അടുത്ത 4 to 12 അവറിൽ കൊയാഗുലേറ്റീവ് നെക്രോസിസ്. 1 to 3 ഡേയ്സിൽ എലോങ് വിത്ത് കൊയാഗുലേറ്റീവ് നെക്രോസിസ് ദർ വിൽ ബി ഡെൻസ് ന്യൂട്രോഫിലിക് ഇൻഫിൽട്രേഷൻ. 7 to 14 ഡേയ്സിൽ ദർ വിൽ ബി ഗ്രാനുലേഷൻ ടിഷ്യൂ. ഓക്കെ, നെക്സ്റ്റ് വിത്തിൻ 2 months സ്കാറിങ്, അതായത് ഡെൻസ് കൊളാജൻ വന്ന് സ്കാർ ഫോർമേഷൻ കംപ്ലീറ്റ് ആവുന്നു. ഇവിടെ നമ്മുടെ ഹീലിംഗ്, റിപ്പയർ അതൊക്കെ ഓർമ്മിച്ചോളണം. ഇവിടെ ഗ്രാനുലേഷൻ ടിഷ്യൂ എവിടെ വരുന്നു എന്നുള്ള ഓർമ്മിക്കണം, എവിടെ ന്യൂട്രോഫിൽസ് വരുന്നു എന്നുള്ളത് ഓർമ്മിക്കണം. അപ്പം ചുമ്മാ ബൈഹായിട്ട് പഠിക്കുന്നതിനേക്കാളും കുറച്ച് കൺസെപ്റ്റ് വെച്ച് പഠിക്കാൻ നമ്മുടെ ഈ ഹെഡിങ് സഹായിക്കും. ഈ ഹെഡിങ് വെച്ച് എഴുതിയാൽ കൺസെപ്റ്റിൽ പഠിക്കാനും പറ്റും, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അതാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു കാര്യമെങ്കിലും നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം. ഓക്കെ, അപ്പം മോർഫോളജി. ഇപ്പം 10 മാർക്ക് എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഡയറക്റ്റ് എസ് എ ചോദിച്ചാൽ അപ് ടു ട്രീറ്റ്മെന്റ് യു ഷുഡ് റൈറ്റ്. ട്രീറ്റ്മെന്റിൽ ജസ്റ്റ് നിങ്ങളുടെ ഫാർമക്കോളജി പഠിച്ച് MIയുടെ ട്രീറ്റ്മെന്റ് ആ 10-15 പോയിന്റ് ഉണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് യു ഷുഡ് റൈറ്റ് സംതിങ്. അതിന് നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടും. അപ്പം ട്രീറ്റ്മെന്റ് എഴുതണം. ഓക്കെ, അതിൽ ഡൗട്ട് ഇല്ല. ബിക്കോസ് ഇഫ് ഇറ്റ് ഈസ് എ ട്യൂമർ, ഒരു ട്യൂമർ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ യു ഷുഡ് നോ. ബിനൈൻ ആണെങ്കിൽ ജസ്റ്റ് എക്സിഷൻ ഈസ് ദ ട്രീറ്റ്മെന്റ് പാർട്ട്, അല്ലെ? ബിനൈൻ ട്യൂമർ ആണെങ്കിൽ ഒൺലി എക്സിഷൻ. ഒരു മാലിഗ്നന്റ് ട്യൂമർ ആണെങ്കിൽ സർജറി, അതായത് എക്സിഷൻ, സംടൈംസ് നോട്ട് ജസ്റ്റ് എക്സിഷൻ. ഇവിടെ ഇപ്പം CA ബ്രസ്റ്റ് ആണെങ്കിൽ മാസ്റ്റക്ടമി,
ഫോളോഡ് ബൈ കീമോ അയൺ റേഡിയേഷൻ. മനസ്സിലാവും? നിങ്ങൾക്ക് ബേസിക്കലി ഒരു ലോജിക്കലി സെക്കൻഡ് ഇയർ പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു ലോജിക്കാണ്. അത് യു ഷുഡ് അപ്ലൈ ഇൻ യുവർ ആൻസർ പേപ്പർ. അതനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബിനൈൻ ട്യൂമർ ആണെങ്കിൽ, അതായത് നമ്മുടെ ലൈപ്പോമ, ലിയോമയോമ, ഫൈബ്രോ അഡിനോമ, ദ ട്രീറ്റ്മെന്റ് ഈസ് ഓൺലി എക്സിഷൻ. കണ്ട, ഏതൊരു ബിനൈൻ ആണെങ്കിലും അവിടെ എക്സിഷൻ. ഇനി നമ്മുടെ മാലിഗ്നൻ ട്യൂമർ ആണെങ്കിൽ എക്സിഷൻ മാത്രം മതിയോ? പോരാ, എക്സിഷൻ മാത്രം പോരാ. മാലിഗ്നൻ ട്യൂമർ ആണെങ്കിൽ യു ഷുഡ് റൈറ്റ് വാട്ട്? എക്സിഷൻ, അല്ലെങ്കിൽ ഇപ്പൊ റീനൽ സെൽ കാർസിനോമ, നെഫ്രക്ടമി ഫോളോഡ് ബൈ, ഇഫ് മെറ്റ്സ് ഈസ് ദെയർ യു ഷുഡ് ഡു കീമോ അയൺ റേഡിയേഷൻ. അപ്പൊ ആ കാര്യങ്ങള് ട്രീറ്റ്മെന്റിൽ എഴുതുക, ചുമ്മാ അടിക്കുക. ഓക്കെ, ബിനൈൻ ആണെങ്കിൽ ഓൺലി എക്സിഷൻ, മാലിഗ്നന്റ് ആണെങ്കിൽ എക്സിഷൻ ഫോളോഡ് ബൈ കീമോ അയൺ റേഡിയോ. നെക്സ്റ്റ് എന്താണ്? നമ്മുടെ ഇൻഫ്ലമേഷൻ ആണെങ്കിൽ, അക്യൂട്ട് ആണെങ്കിലും ക്രോണിക് ആണെങ്കിലും, ഇഫ് ദർ ഈസ് ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ, നമ്മൾ എന്താ എഴുതുന്നത്? ആന്റിബയോട്ടിക്സ് അല്ലെ? ആന്റിബയോട്ടിക്, അല്ലെങ്കിൽ ജസ്റ്റ് എഴുതല്ല, സിംറ്റമാറ്റിക് മാനേജ്മെന്റ്. ഇൻഫ്ലമേഷൻ വരുമ്പോൾ there will be a release of numerous interleukin 1 and it will cause ഫീവർ ഉണ്ടാവും അല്ലെ? ഫീവർ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കും? നമ്മൾ നേരെ ആന്റിപൈററ്റിക് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അറിയാന്നുള്ള ഫാർമക്കോളജിയും കൂടെ ജസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്യും. ഇൻഫ്ലമേഷൻ, അതിന് കറക്റ്റ് ട്രീറ്റ്മെന്റ് ഇപ്പം HRSDS, ഓക്കെ, ഐസോണിയസ് ആസിഡ് തൊട്ട് ഇങ്ങനെ താഴെ അറ്റം വരെയുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഓൾറെഡി ഫാർമക്കി പഠിച്ചാണ്. അത് ഇതിനകത്ത് ആഡ് ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് TB ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അറ്റ്ലീസ്റ്റ് ദേ വിൽ ഹാവ് സം ടൈം ഗോൺസ് ഫോക്കസ് ചോദിക്കാം, ഇല്ലെങ്കിൽ പ്രൈമറി TBയുടെ പത്തോജൻസിസ് ചോദിക്കാം, ഇല്ലെങ്കിൽ ലാബ് ഇൻവെസ്റ്റിഗേഷൻ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. പത്തോളജിയിൽ മാത്രമല്ല, ലാബ് ഇൻവെസ്റ്റിഗേഷൻ വിൽ ആസ്ക് ഓൺ മൈക്രോബയോളജി ഓൾസോ. അപ്പം രണ്ടിടത്തൂടെ ചേർത്ത് നമ്മുടെ എനിക്കൊന്നും ജനറൽ പത്തോളജിയിലെ മേഡം പറഞ്ഞു പലതും മിക്സപ്പ് ആണ്. അപ്പം മിക്സപ്പ് ചെയ്യുന്നതും നിങ്ങൾ ഈ പറയുന്ന ലാസ്റ്റ് 15 ഡേയ്സ് കഴിഞ്ഞേ ഉള്ളൂ. ആ 15 ഡേയ്സിൽ മൈൻഡ് സെറ്റ് ആയിരിക്കണം. ലാസ്റ്റ് 15 ഡേയ്സിൽ ഇങ്ങനെ മിക്സ് ആവുന്ന ടോപ്പിക്, ഇപ്പൊ അത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ കവിതാ മേഡം പാരസൈറ്റോളജിയിൽ മലേറിയയുടെ കാര്യം പറഞ്ഞു. അതും ഈ പറയുന്ന പോലെ മിക്സ് ആവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പത്തോളജിയിലും ചോദിക്കാം, അവിടെ ഏത് മൈക്രോയിലും ചോദിക്കാം. അപ്പൊ ആ മിക്സ് ആവുന്ന കാര്യങ്ങള് ദയവേദി 15 ദിവസം വേണ്ട, ഇന്നിരുന്ന് അതങ്ങ് എഴുതുക, ആ പേപ്പറിൽ എഴുതി വെക്കുക. ഓക്കെ, മിക്സ് അപ്പം ഒറ്റ അടിക്ക് പഠിച്ചാൽ മതി. അവിടെ മൈക്രോബയോളജി എഴുതുമ്പോഴും പ്ലീസ് റൈറ്റ് ആൻസർ അണ്ടർ ദീസ് ഹെഡിങ്. ഞാൻ ഈ ബാച്ചിൽ ഒട്ടും, അതായത് ഒരു ക്ലാസ്സിലും കയറാതെ 60% അറ്റൻഡൻസ് ആക്കി കണ്ടനേഷൻ വാങ്ങി എഴുതാൻ പോകുന്ന കുട്ടി ഉണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്. ആ കുട്ടിയുടെ മനസ്സിൽ ഇത് കയറണം. ഓക്കെ, അപ്പോ ഇവിടെ ഈ പറയുന്ന പോലെ ലാബ് ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ചാൽ, ഇപ്പം 6 മാർക്കിന് ലാബ് ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ചു. യാസിൻ ക്ലാസ് തുടങ്ങിയല്ലോ, 6 മാർക്കിന് ലാബ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ട്യൂബർകുലോസിസ് ചോദിച്ചു. എന്തൊക്കെ കാര്യങ്ങൾ യാസിൻ എഴുതും? സാർ ഞങ്ങൾക്ക് ജനറൽ കഴിഞ്ഞിട്ടില്ല. ജനറൽ കഴിഞ്ഞിട്ടില്ല? ഇല്ല, നീ ഫസ്റ്റ് ഇയർ കഴിഞ്ഞല്ലോ. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഇൻവെസ്റ്റിഗേഷൻ ഓഫ് TB എന്തൊക്കെ എഴുതും? ആദ്യം നമ്മള് 6 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നേരെ പോയി ലാബ് ഇൻവെസ്റ്റിഗേഷൻ ആണോ എഴുതുന്നത്? അതായത് ലാബ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ CBC ഞാൻ പറയാം, കുഴപ്പമില്ല യാസിൻ, കുഴപ്പമില്ല. അതായത് 6 മാർക്കിന് ചോദിച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആക്ച്വലി 6 മാർക്കിന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതി വെച്ചാൽ സൂപ്പർ ആവും, നിങ്ങൾക്ക് മാർക്ക് അവിടെ വീഴും. നമ്മൾ അത് ഗ്യാസ് അടിക്കുന്നു വിചാരിക്കേണ്ട, അതാണ് പാറ്റേൺ. 6 മാർക്കിന് ചോദിച്ചാൽ. ബട്ട് 4 മാർക്കിന് ചോദിച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് TB എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഫസ്റ്റ് യു ഷുഡ് റൈറ്റ് ക്ലിനിക്കൽ പ്രസന്റേഷൻ, ബിക്കോസ് വിത്ത് ഹെൽപ്പ് ഓഫ് ക്ലിനിക്കൽ പ്രസന്റേഷൻ ഓൺലി യു ക്യാൻ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ ഡയഗ്നോസിസ് ഓഫ് ട്യൂബർകുലോസിസ്. അതായത് എന്തോന്ന്? 2 വീക്സ് കഫ്, വെയിറ്റ് ലോസ് അല്ലെ? 2 വീക്സ് കഫ് ഉണ്ട്, വെയിറ്റ് ലോസ് ഉണ്ട്, ഫറ്റീഗ് ഉണ്ട്, ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്. ഇത് ക്ലാസിക്കലാണ്. ഇതുപോലെ അക്യൂട്ട് അപ്പൻഡിസൈറ്റിസിലെ ട്രയാഡ്. ക്ലിനിക്കൽ ഫീച്ചർ അല്ലെങ്കിൽ ക്ലിനിക്കൽ പ്രസന്റേഷൻ എഴുതാൻ മറക്കരുത് ലാബ് ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ചാൽ. ബിക്കോസ് along with ലാബ് ഇൻവെസ്റ്റിഗേഷൻ, റേഡിയോളജിക്കൽ ഫൈൻഡിങ്, ബയോപ്സി, നമുക്ക് ക്ലിനിക്കൽ പ്രസന്റേഷനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഡയഗ്നോസിസിൽ എത്താൻ പറ്റൂ. സോ പ്ലീസ് സ്റ്റാർട്ട് റൈറ്റിംഗ് ക്ലിനിക്കൽ പ്രസന്റേഷൻ അണ്ടർ ലാബ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ലാബ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ മൈക്രോബയോളജിയിലും ചോദിക്കും. അതായത് അങ്ങനെ തന്നെ ചോദിക്കും, ലാബ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ട്യൂബർകുലോസിസ്. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളൊന്നും, അതായത് ഇൻട്രൊഡക്ഷൻ ഒന്നും എഴുതാൻ സമയമില്ലെങ്കിലും ലാസ്റ്റ് 5 മിനിറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ ലാസ്റ്റ് 3 മിനിറ്റേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് TB ഹെഡിങ് എഴുതിയിട്ട് എഴുതി തുടങ്ങുമ്പോൾ ക്ലിനിക്കൽ പ്രസന്റേഷൻ എഴുതാൻ മറക്കരുത്. അത് കഴിഞ്ഞിട്ട് എന്ത്? ക്ലിനിക്കൽ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ലാബിലോട്ടാണ് പോകുന്നത്. ലാബിലാണെങ്കിൽ
ലാബിലാണെങ്കിൽ എന്താണ് ആദ്യം നമ്മൾ CBC കൗണ്ട് കൂടുതലായിരിക്കൂലേ, CBC ആയിരിക്കും ആദ്യം എഴുതുന്നത്. ഇനി ഹെമറ്റോളജി കേസസ് വരുമ്പോൾ നമ്മുടെ കവിത മേണം പറഞ്ഞ പോലെ MCVയുടെ കാര്യം എഴുതണം. അതായത് MCV 80 താഴെയാണെങ്കിൽ മൈക്രോസൈറ്റിക് എന്ന് പറയും. അതുപോലെ MCV 100 താഴെയാണെങ്കിൽ മെഗലോബ്ലാസ്റ്റിക് എന്ന് പറയും. 100 മേളിലാണെങ്കിൽ മെഗലോബ്ലാസ്റ്റിക് എന്ന് പറയും. പിന്നെ MCHC എഴുതുക. അനീമിയയുടെ ആണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെത് CBC എന്ന് എഴുതിയാൽ അതിനകത്ത് എടുത്ത് എഴുതുക. ഓക്കെ, മാക്സിമം പോയിന്റ് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ പരീക്ഷയുടെ ഉദ്ദേശം. അപ്പം ജസ്റ്റ് CBCയുടെ അകത്ത് ടോട്ടൽ കൗണ്ട് വരും, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വരും, ഇതെല്ലാം വരുന്നുള്ളത്. നിങ്ങൾ CBC എന്ന് എഴുതുന്നതിനെക്കാളും എന്ത് ചെയ്യുക, ഓരോന്നോരോന്നായിട്ട് എടുത്തെഴുതുക. ഇതിന്റെ നോർമൽ വാല്യൂ അറിയാലോ, നിങ്ങൾ ഇത്രയും വർഷം നേരത്തെ പഠിച്ചുകൊണ്ട്, ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നോർമൽ വാല്യൂ പഠിച്ചുകൊണ്ട് യു ഷുഡ് റൈറ്റ് നോർമൽ വാല്യൂ ഓൾസോ. അതിൽ നിന്ന് എലിവേറ്റ് ആവും എന്നുള്ള കാര്യം ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പൊ നമ്മുടെ TB ആണെങ്കിൽ ടോട്ടൽ കൗണ്ട് വിൽ ബി ഇൻക്രീസ്ഡ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ESR, ലാബിനകത്ത് ESR എഴുതാൻ മറക്കണ്ട. ESR വാല്യൂ വിൽ ബി ഇൻക്രീസ്ഡ്. അപ്പൊ ലാബ് കഴിഞ്ഞു. ലാബ് ഇൻവെസ്റ്റിഗേഷനിൽ പിന്നെ അടുത്ത് യൂറിൻ എഴുതാം. യൂറിൻ വരേണ്ടത് നെഫ്രോട്ടിക് സിൻഡ്രോം ഒക്കെ ആണെങ്കിൽ മോർ ദാൻ 3.5 gram ഇൻ 24 hour യൂറിൻ സാമ്പിൾ. അപ്പൊ അത് എഴുതാൻ മറക്കരുത്. അത് കഴിഞ്ഞിട്ട് എന്താ, ലാബ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഹെഡിങ് റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ബോൺ ട്യൂമർ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ബോണിലുള്ള ഓസ്റ്റിയോമൈലൈറ്റിസ് ആവട്ടെ, എന്തായാലും എക്സ്റേ എന്ന് എഴുതാമല്ലോ. ഇനി വയറിനകത്തുള്ളതായാൽ അബ്ഡോമൻ, അല്ലെങ്കിൽ അതായത് GIT ആവട്ടെ, FGT ആവട്ടെ, MGT ആവട്ടെ, യു ഷുഡ് ഡു അൾട്രാസൗണ്ട് അല്ലെ, USG ചെയ്യണം. USG അബ്ഡോമൻ എഴുതണം റേഡിയോളജിയിലും. ഇനി മാലിഗ്നൻസി ആണെങ്കിൽ ഒരു ഗുമ്മ് കിട്ടാൻ വേണ്ടിയിട്ട് യു ഷുഡ് റൈറ്റ് CT. സോഫ്റ്റ് ടിഷ്യൂ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ഏതാണ്, MRI. അത് കഴിഞ്ഞിട്ട് ഏതാണ്, നമുക്ക് മാലിഗ്നൻസി എന്ന് ഉറപ്പാണെങ്കിൽ, അതായത് കാർസിനോം ബ്രസ്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ PET സ്കാൻ എഴുതാം ടു ഐഡന്റിഫൈ മെറ്റാസ്റ്റാസിസ്. അപ്പം റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഹെഡിങ്ങിനകത്ത് ഇത്രയും കാര്യങ്ങൾ എഴുതാൻ മറക്കരുത്. എക്സ്റേ, USG, CT, MRI, PET സ്കാൻ. നിങ്ങൾ MSന്റെ ആൾക്കാരാകുമ്പോൾ പല ഡേകളും ആചരിക്കുന്നുണ്ട്. റേഡിയോളജി ഇൻവെസ്റ്റിഗേഷൻ, റേഡിയോളജി ഡേയിലൊക്കെ കണ്ടിട്ടില്ല, അതെല്ലാം അങ്ങ് എഴുതുക. അതെല്ലാം ആ 3 മണിക്കൂറിനകത്ത് എഴുതി വയ്ക്കുക. പേപ്പർ നിറയ്ക്കുക. 52 പേപ്പർ ഉണ്ട്. അതിൽ മൂന്നാമത്തെയും നാലാമത്തെയും പേപ്പർ മാത്രമേ MCQന് വേണ്ടിയുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് ബാക്കിയുള്ള 5 തൊട്ട് 52 വരെ നിങ്ങൾക്ക് എഴുതി അങ്ങ് നിറയ്ക്കുക. ഓക്കെ, എഴുതി നിറയ്ക്കുമ്പോൾ മറക്കരുത്, ഈ ഹെഡിങ്ങിൽ എഴുതാൻ മറക്കരുത്. ഈ ഹെഡിങ്ങിൽ എഴുതാൻ മറക്കരുത്. ഓക്കെ, നമ്മൾ ഇവിടെ റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് തീർന്നോ? ഇല്ല. ലാസ്റ്റ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഗോൾഡ് സ്റ്റാൻഡേർഡ് ടു ഡയഗ്നോസ് എനി ഡിസീസ്. യാസിൻ പറഞ്ഞു, ഏത് അസുഖമായാലും അത് കണ്ടുപിടിക്കാനുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ എന്താണ്? അറിയത്തില്ല. ആരെങ്കിലും മറ്റേ ഇതിനകത്ത് മെസ്സേജ് ചെയ്യുന്നുണ്ടോ നോക്കി. ആ ചെയ്യുന്നുണ്ടോ? എന്താണ്? ഇല്ല, ഹിസ്റ്റോപത്തോളജി. ബയോപ്സി അല്ലെ, ബയോപ്സി അല്ലേ. അതായത് ഇപ്പം കിഡ്നി ആണെങ്കിൽ നേരെ പോയി കുത്താൻ പറ്റത്തില്ല, USG വഴി, USG ഗൈഡൻസ് USG ഗൈഡഡ് ബയോപ്സി. ഇനി ബ്രസ്റ്റിലാണെങ്കിൽ കുത്തിയെടുത്ത് പരിശോധന എന്ന് പറയും, FNAC. അതും ഇപ്പൊ ആക്ച്വലി FNAB എന്ന് പറയും, ബയോപ്സി. അത് ചെറിയ രീതിയിൽ, അതായത് അവിടെ നിങ്ങൾ ആലോചിക്കണം, ഹിസ്റ്റോപത്തോളജി ഉണ്ട്, സൈറ്റോളജി ഉണ്ട്. സൈറ്റോളജിയുടെ അകത്താണ് ജസ്റ്റ് സെല്ലുലാർ സ്റ്റഡി മാത്രമാണെങ്കിലാണ് FNAC. ഇനി ബയോപ്സി എന്ന് പറഞ്ഞാൽ ഒരു നോട്ട് ഓൺലി വൺ സെൽ, അവിടെ ടിഷ്യൂ നമ്മളിങ്ങനെ പറിച്ചെടുക്കണം. ട്രൂ കട്ട് ബയോപ്സി, ഇല്ലെങ്കിൽ എക്സിഷൻ, ഇല്ലെങ്കിൽ മാസ്റ്റക്ടമി, ഇതെല്ലാം ബയോപ്സിയാണ്. ഈ ബയോപ്സി വെച്ച് പഠിച്ച് മൈക്രോസ്കോപ്പിനകത്തുകൂടെ ഒരു പത്തോളജിസ്റ്റ് ആണ് കറക്റ്റ് ആയിട്ട് ഒരു അസുഖം ഇന്നതാണ്, ബാക്കിയെല്ലാം ഒരു സിംറ്റമാറ്റിക് മാനേജർ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം വെച്ച് ഇതായിരിക്കും എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. ബട്ട് ബയോപ്സിയിൽ നമുക്ക് പറയാം ഏത് ഗ്രേഡ് ട്യൂമർ ആണ്. എലോങ് വിത്ത് ബയോപ്സി ആൻഡ് ഗ്രോബ്സ് നമുക്ക് പിന്നെ റേഡിയോളജി വേണം, അതും വേണം, ക്ലിനിക്കൽ പ്രസന്റേഷൻ വേണം. നമ്മളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയും ഏതാണ് സ്റ്റേജ്, പത്തോളജിക്കൽ സ്റ്റേജിങ് ഉണ്ട്. പിന്നെ പത്തോളജി നമുക്ക് കൺഫേം ചെയ്യാം. അപ്പം ബയോപ്സി, ആ കുട്ടി പറഞ്ഞ പോലെ ഹിസ്റ്റോ പത്തോളജി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. കാരണം അവിടെ 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയാൽ, ഇപ്പം TB ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, TB ആണെങ്കിൽ ഒരു ഗ്രാനുലോമേര പടം വരയ്ക്കാം, മാർക്ക് വീഴുവേ, അവിടെ മാർക്ക് വീഴും. ഇനി അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ആണെങ്കിൽ നമ്മുടെ മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസ്കുലാരിസ് പ്രോപ്രിയ, ലാസ്റ്റ് സിറോസ. മ്യൂക്കോസൽ ലെയറിലുള്ള എപ്പിത്തീലിയൽ അൾസറേഷനും മസ്കുലാർ ലെയറിലോട്ടും സിറോസ വരെ അറ്റ്ലീസ്റ്റ് ഒരു ന്യൂട്രോഫിലിന്റെ പടവും കൂടെ വരച്ചു കഴിഞ്ഞാൽ, അതായത് ഇൻവെസ്റ്റിഗേഷൻ അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ചോദിച്ചാൽ ആ രീതിയിൽ, മനസ്സിലായില്ലേ? അപ്പൊ ഒരു പടം അവിടെ വരയ്ക്കുക, ബയോപ്സി. മനസ്സിലായോ? ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ എഴുതുന്നത്
ഏത്? ക്ലിനിക്കൽ ഹിസ്റ്ററി. സെക്കൻഡ് നമ്മൾ എഴുതുന്നത് ലാബ് ഇൻവെസ്റ്റിഗേഷൻ. തേർഡ് നമ്മൾ എഴുതുന്നത് റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ഫൈനലി നമ്മൾ എന്ത് ചെയ്യും? ബയോപ്സിയെ കുറിച്ച് എഴുതും. ഇനി നമ്മുടെ കവിത മേഡം പറഞ്ഞതുപോലെ ഹെമറ്റോളജി വരുമ്പോൾ ഇവിടെ ബയോപ്സി നല്ല നമ്മൾ പറയുന്നത് ബോൺ മാരോ ബയോപ്സി പറയാം. ബട്ട് അവിടെ വരുമ്പോൾ പെരിഫറൽ സ്മിയർ, ഹെമറ്റോളജി ആണെങ്കിൽ പെരിഫറൽ സ്മിയർ വരയ്ക്കാൻ മറക്കരുത്. ലുക്കീമിയ ആണെങ്കിൽ യു ഷുഡ് റൈറ്റ് എന്ത്? നമ്മുടെ മോളിക്കുലർ സ്റ്റഡി, മോളിക്കുലർ ലെവലിൽ പോകുന്നുണ്ട്. ഫ്ലോ സൈറ്റോമെട്രിയെ കുറിച്ച് പറയാം. ഫിഷ് എന്ന് എഴുതാം, ഫ്ലൂറസെന്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഈ കാര്യങ്ങൾ എഴുതാൻ മറക്കരുത്. പിന്നെ CBME ബാച്ച് ആയതുകൊണ്ട് ദേ ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യൻ. സ്പെഷ്യൽ സ്റ്റെയിൻസ് ഉണ്ടാവും ചിലതിന്, അല്ലെ? സ്പെഷ്യൽ സ്റ്റെയിൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ എഴുതണം. ഓക്കെ, അത് ഇവിടെ ബയോപ്സിയുടെ അകത്ത് എഴുതണം. സ്പെഷ്യൽ സ്റ്റെയിൻ ഉണ്ടെങ്കിൽ അത് എഴുതണം. ഫാറ്റിനൊക്കെ ആണെങ്കിൽ സുഡാൻ ബ്ലാക്ക്, മറ്റ് ഓയിൽ റെഡോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എഴുതേണ്ടത് ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷന്റെ അകത്ത് സ്പെഷ്യൽ സ്റ്റെയിൻ ആണ്. അമൈലോഡോസിസ് ആ കോളം വരച്ച് എഴുതണം. ഇന്നലെ ആ ജനറൽ പത്തോളജി മേഡം കാണിച്ചെന്ന പോലെ ആ കോളം വരച്ച് എഴുതണം. എവിടെ എഴുതും? ഇൻവെസ്റ്റിഗേഷന്റെ അകത്ത് എഴുതാൻ മറക്കരുത്. ഓക്കെ, അപ്പം അത് മറക്കൂല എന്ന് വിചാരിക്കുന്നു. അപ്പം ലാബ് ഇൻവെസ്റ്റിഗേഷൻ മാത്രം 6 മാർക്കും ചോദിച്ചാൽ എങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ആയാലും നിങ്ങൾക്ക് എഴുതാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. അപ്പോൾ ഒരു ഡൗട്ട് വരും, ലാബ് ഇൻവെസ്റ്റിഗേഷനകത്ത് ഈ പടം വരയ്ക്കണമെന്ന്. ഏത്? നമ്മുടെ മോർഫോളജിയുടെ അകത്ത് ഓൾറെഡി മൈക്രോസ്കോപ്പി വരച്ചില്ലേ? നിന്നാ വരയ്ക്കേണ്ട. ഒരു പടം ഒരിക്കൽ വരച്ചത് 2 തവണ എടുത്ത് വരയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ കണ്ടിന്യൂ ചെയ്യാണ്. ഇത് ഇവിടെ നിന്നാ പോയത് അല്ലേ? MI ഈ കോളം പഠിക്കുമല്ലോ. MIയുടെ കോളം. അപ്പം ജനറലി എഴുതേണ്ട കാര്യങ്ങൾ ജനറലി എഴുതണം. ജനറലി മൈൻഡ് സെറ്റ് ആക്കി വെക്കണം ലാസ്റ്റ് ദിവസങ്ങളിൽ. ഓക്കെ, അതായത് ട്യൂമർ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് എഴുതാനുള്ള രീതി അറിയാം, ഇൻഫ്ലമേഷൻ ആണെങ്കിൽ എഴുതാനുള്ള രീതി അറിയാം, ലാബ് ഇൻവെസ്റ്റിഗേഷൻ ഏത് ചോദിച്ചാലും ഇത് തന്നെയാണ് എഴുതേണ്ട. പ്ലീസ് 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 അണ്ടർസ്റ്റാൻഡ്. അതിനൊന്നും വേറെ ഒരു ലോജിക്കലി ആലോചിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, 15 മിനിറ്റ് എടുത്താൽ മതി ഒരു ക്വസ്റ്റ്യൻ പഠിക്കാൻ. 15 മിനിറ്റിൽ ഈ പറഞ്ഞ പോലെ ഒരു ജനറൽ പാറ്റേൺ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നു. അപ്പൊ ഈ പാറ്റേണിൽ പഠിക്കാനുള്ള രീതി ഒന്ന്, അതായത് എഴുതാൻ. പിന്നെ ചിലത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വരും. ഇപ്പം സിക്കിൾ സെൽ അനീമിയ മാഡം പറഞ്ഞ പോലെ സിക്കിൾ ടെസ്റ്റ് എഴുതണം. ഓക്കെ, പിന്നെ നമ്മുടെ ഏതാ ഏതെങ്കിലുമൊക്കെ പറയാം, ത്രോംബോസിസ് അല്ലെ, നമ്മുടെ DICയിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ എത്രത്തോളം പ്രോഡക്ട്സ് ലാസ്റ്റ് കിട്ടി എന്നുള്ള FTP ഇപ്പോൾ എത്ര കിട്ടി എന്നുള്ള അറിയാം. പിന്നെ നമ്മുടെ SLEയിലൊക്കെ ആണെങ്കിൽ നമുക്ക് DCT അല്ലെ, ഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹീമോലിറ്റിക് അനീമിയയിൽ കൂംസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് മാറും. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് ഇങ്ങനെ ചാരി ഇരുന്ന് വായിക്കുന്നതിനേക്കാൾ ഒരു 15 മിനിറ്റ് ഒരു ക്വസ്റ്റ്യന് കൊടുക്കുക. ഈ ഹെഡിങ്ങിനകത്ത് എഴുതി വെച്ചാൽ നല്ലത്. കാരണം ലാസ്റ്റ് ദിവസം പരീക്ഷയുടെ അന്ന് രാവിലെയോ തലേ ദിവസമോ ഹർഷമോൻ മാത്രം എടുത്ത് തുറന്നു വെച്ചുകൊണ്ടിരുന്ന സത്യം പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. അതിനേക്കാൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് സൈഡിലെടുത്ത് സെറ്റ് ആക്കി കവിതാ മേഡം പറഞ്ഞ ക്വസ്റ്റ്യനും ജനറൽ പത്തോളജിയിലെ മേഡം പറഞ്ഞ ക്വസ്റ്റ്യനും ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനും നാളെ അനു മേഡം പറയുന്ന ക്വസ്റ്റ്യന്റെ ഒക്കെ ആൻസർ നിങ്ങൾ റെഡിയാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈ ആസ്ട്രോസൈറ്റ് കൊണ്ട് ഗുണമുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗുണവുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ റെഡിയാക്കാൻ നോക്കണം. അത് ടൈം ലിമിറ്റ് വെച്ച് തന്നെ ചെയ്യണം. 15 മിനിറ്റിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യന് കൊടുക്കരുത്. പത്തോളജിയിൽ വേണമെങ്കിൽ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ടിരിക്കാം, അത് വേസ്റ്റ് ആണ്, ദിവസം പോകും. ഓക്കെ ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. അപ്പോൾ അവിടെ നമ്മുടെ MI കഴിഞ്ഞു. നെക്സ്റ്റ് ബ്ലഡ് വെസലിനകത്ത് വാസ്കുലൈറ്റിസ് ചോദിക്കാം. വാസ്കുലൈറ്റിസിലെ ക്ലാസിഫിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ജൈന്റ് സെൽ ആർത്രൈറ്റിസ്, നമ്മുടെ ഗ്രാനുലോമറ്റസ് പോളിയാർത്രൈറ്റിസ് നോഡോസ, ബർഗർ ഡിസീസ്. ഈ ഒരു ക്ലാസിഫിക്കേഷന്റെ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. 1 മാർക്കിന് ക്ലാസിഫൈ ലങ് ട്യൂമർ ചോദിച്ച ക്വസ്റ്റ്യൻ, 1 മാർക്കിന് ക്ലാസിഫൈ ലങ് ട്യൂമർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഗുണം പലരും എന്ന് പറഞ്ഞ ആഷ്ലിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു MCQ പറഞ്ഞു കൊടുക്കണമെന്ന്. MCQ പറഞ്ഞു കൊടുക്കാൻ ഈ 1 മണിക്കൂറിൽ പറ്റൂല. പക്ഷേ ഇഫ് യു സ്റ്റഡി വാസ്കുലൈറ്റിസ്, ഇതൊരു ഷോർട്ട് നോട്ടാണ്. ഈ ഷോർട്ട് നോട്ടിനകത്തും തന്നെ MCQ വരും. അതാണ് നിങ്ങളുടെ ക്ലിനിക്കൽ സിനാരിയോ ബേസ്ഡ് MCQ. സോ അങ്ങനെ MCQന് വേണ്ടി സെപ്പറേറ്റ് ബുക്ക് വാങ്ങി പഠിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും നമ്മുടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഏബിൾ ടു ക്രാക്ക് എന്ത് നമ്മുടെ MCQ. അത് തന്നെയാണ്. അല്ല MCQന് സെപ്പറേറ്റ് ഒരു സെറ്റ് കുഹാസിന് ഇല്ല. നമ്മുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നിങ്ങൾ ആലോചിക്കുക, ഇത്രയും 14 സിസ്റ്റം, 10 ജനറൽ പത്തോളജി ടോപ്പിക്, പിന്നെ 4 ഹെമറ്റോളജി സെഷൻ, ഇത്രയും വെച്ചിട്ട് ഈ 100 മാർക്കിന് ക്വസ്റ്റ്യൻ ഇടാൻ പറ്റില്ല. നമുക്ക് ഒരു 2000 മാർക്കിന് ക്വസ്റ്റ്യൻ ഇടാം. ഒരു 2000 മാർക്ക് ക്വസ്റ്റ്യൻ ഇടാൻ പറ്റില്ല. അപ്പം ജനറലി ഒരു സിസ്റ്റത്തിന് ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു പാറ്റേൺ മനസ്സിലാക്കുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഏത് പഠിക്കണം എന്നുള്ളത് നമ്മുടെ ആസ്ട്രോസൈറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഗുണപ്പെടും. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ പഠിക്കാതെ പോകരുത്. അതാണ് മേഡം പറഞ്ഞത്, മസ്റ്റ് നോട്ട് സാധനങ്ങളാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഗുഡ് ടു നോ വേറെ കുറച്ചുണ്ട്. എങ്കിലും ഈ ക്ലാസ് ഒക്കെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൂമിനിയർ കൊണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോർ ദാൻ 80% ആർക്കും വാങ്ങാം. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം 2019 പുതിയ നമ്മുടെ ഫസ്റ്റ്
ഇത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും CBM സ്റ്റാർട്ട് ചെയ്താലും രണ്ടാമത് മാറ്റി ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റി ഇനിയിപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പോകുന്ന പുതിയ പാറ്റേൺ ആയാലും ശരി, ഇതിലെല്ലാം വരുന്ന ടോപ്പിക്സ് ആർ സെയിം. ക്വസ്റ്റ്യൻ ആ ഒരു വേർഡിങ് മാത്രമേ ഡിഫറെന്റ് ആവുന്നുള്ളൂ. ബാക്കി ഈ പറഞ്ഞ പോലെ ടോപ്പിക്സ് എല്ലാം സെയിം തന്നെയാണ്. ഇനി അത് കഴിഞ്ഞ് അന്യൂറിസം. ഈ പടം വരയ്ക്കാൻ മറക്കരുത്. അന്യൂറിസം ഇൻട്രൊഡക്ഷനിൽ അറിയാലോ. അബ്നോർമൽ പെർമനന്റ് ഡയലറ്റേഷൻ ഓഫ് ബ്ലഡ് വെസൽ. അത് കഴിഞ്ഞ് ടൈപ്സ് ട്രൂ ഉണ്ട്, ഫോൾസ് ഉണ്ട്. ട്രൂയിൽ എന്ന് പറഞ്ഞാല് ട്യൂണിക് ഇന്റിമ മീഡിയ അഡ്വന്റേഷൻ എല്ലാം എന്ത് ചെയ്യും? ബൾജ് ചെയ്യും. മറ്റൊന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം പോകും. അപ്പൊ ഈ പടം മറക്കരുത്, പഠിക്കണം. ഇനി ഹാർട്ടിലോട്ട് നമ്മൾ പോയി. ഹാർട്ടിലെ റുമാറ്റിക് ഫീവർ എന്ന് കേൾക്കുമ്പോൾ ഗ്രൂപ്പ് എ ഹീമോലൈറ്റിക്, ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇവിടെ ക്രോണിക് സ്റ്റേജിൽ പാൻകാർഡൈറ്റിസ് അടിക്കുമ്പോൾ നമ്മൾ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഈ തൊണ്ടയിൽ വന്നത് ഹാർട്ടിൽ വന്നു എന്ന് ആലോചിക്കുമ്പോൾ ഇറ്റ് ഇസ് ഡ്യൂ ടു മോളിക്കുലാർ മിമിക്രി. ആ കാര്യങ്ങൾ പത്തോജൻസിൽ എഴുതണം. ഹിയർ ദ ഇമ്പോർട്ടന്റ് തിങ് ഈസ് ക്രൈറ്റീരിയ ടു ഡയഗ്നോസ് റുമാറ്റിക് ഫീവർ. ഏതാണ്? റുമാറ്റിക് ഫീവർ ആയാൽ നമ്മൾ എഴുതേണ്ടത്, ഇപ്പൊ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ചോദിക്കുമ്പോൾ അതൊരു എസ് എ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ദേ വിൽ ആസ്ക് റുമാറ്റിക് ഫീവർ. അപ്പം യു ഷുഡ് റൈറ്റ് ദിസ് ക്രൈറ്റീരിയ, ജോൺസ് ക്രൈറ്റീരിയ ഫോർ റുമാറ്റിക് ഫീവർ. ഇതില് ക്രൈറ്റീരിയ മേജർ ഉണ്ട്, മൈനർ ഉണ്ട്, പഠിച്ചാൽ മതി. ഇത് അറിയണമെങ്കിൽ അറിയില്ല. അറ്റ്ലീസ്റ്റ് 2 മേജർ ക്രൈറ്റീരിയ ഉണ്ടാവണം, അല്ലെങ്കിൽ 1 മേജർ ആൻഡ് 2 മൈനർ. അപ്പൊ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ ഉണ്ട്. ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് ഉണ്ട്. ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് വെജിറ്റേഷൻ 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വെജിറ്റേഷൻ ഉണ്ടാവും ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസിൽ. അതിലുള്ള ക്രൈറ്റീരിയ ഡ്യൂക്ക് ക്രൈറ്റീരിയ. ഒരുപാട് നിമോണിക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സമയവും എന്റെ സമയവും ഞാൻ കളയുന്നില്ല. ബട്ട് ക്രൈറ്റീരിയ മറക്കരുത്. നിമോണിക്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യം മറന്നു വരുന്നു. ഓക്കെ, അതനുസരിച്ച് ചെയ്യണം. അപ്പോൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ റുമാറ്റിക് ഹാർട്ട് ഡിസീസിലുള്ള അനിഷ്കോഫ് സെൽ, അഷോഫ് ബോഡി. അനിഷ്കോഫ് സെല്ല് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലൊരു സൈറ്റോപ്ലാസം വരയ്ക്കുന്നു, നല്ലൊരു ഇലോങ്ങേറ്റഡ് ന്യൂക്ലിയസ് വരയ്ക്കുന്നു. ന്യൂക്ലിയസ് ഇങ്ങനെ വേവി ആയിട്ടിരുന്നാൽ, വേവി ക്രോമാറ്റിൻ ആണെങ്കിൽ എന്താണ്? നമ്മുടെ ഏത് സെല്ലാണ്? അനിഷ്കോഫ് സെൽ. ഈ അനിഷ്കോഫ് സെല്ല് കൂട്ടം കൂടി എന്ത്? അഷോഫ് സെല്ലാവുന്നു. ഈ അനിഷ്കോഫ് ബോഡിയും അഷോഫ് സെല്ലും പിന്നെ കുറെ ലിംഫോസൈറ്റുകളും കൂടെ ചേർന്ന് ഒരു ഗ്രാനുലോമ ഫോം ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് അഷോഫ് ബോഡീസ്. ഒരു മാർക്കിന് കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, അഷോഫ് ബോഡി. അപ്പൊ ഈ പടം വരയ്ക്കാൻ മറക്കരുത്. ഇതുപോലെ ഇലോങ്ങേറ്റഡ് സെല്ലാണ്, ഇലോങ്ങേറ്റഡ് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് വരയ്ക്കുമ്പോൾ നീല കളർ വരയ്ക്കാൻ മറക്കരുത്. അതിനകത്തുള്ള ക്രോമാറ്റിൻ വേവി കാറ്റർ പില്ലർ ലുക്കില്ലേ, കാറ്റർ പില്ലർ ലൈക്ക് ആണെങ്കിൽ ദാറ്റ് ഈസ് അനിഷ്കോഫ് സെൽ. അനിഷ്കോഫ് സെൽ. ഓക്കെ, നെക്സ്റ്റ് ഇതെന്ത് സെല്ലാണ്? നമ്മുടെ ജനറൽ പാത്തോളജി കഴിഞ്ഞല്ലോ യാസിൻ? ഇല്ല സാർ, കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയിട്ട് 1 മാസം ആയിട്ടുള്ളൂ. ഓ, 1 മാസം. അവിടെ രക്ഷപ്പെട്ടു. അപ്പൊ ഇതെന്താണ്? ഇത് ആരെങ്കിലും ഒന്ന് പറയുന്നു നോക്കിയേ. ഇത് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇത് പരീക്ഷയ്ക്ക് വരച്ച് വെക്കണം. ഇത് TB ചോദിച്ചാ വരയ്ക്കണം, ലെപ്രസി ചോദിച്ചാ വരയ്ക്കണം, ക്രോണിക് ഇൻഫ്ലമേഷൻ ചോദിച്ചാ വരയ്ക്കണം. ഇത് എന്ത് സാധനമാണ്? ആരെങ്കിലും മാർക്ക്? എല്ലാരും പോയാ യാസൻ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഉണ്ട്. ഉണ്ട്. ഇതെന്താണ്? ഇത് ആരും വരയ്ക്കുന്നില്ല. ഞാൻ ക്ലൂ വന്നല്ലോ, TBയിൽ വരയ്ക്കാം. വെരി ഗുഡ്, എപ്പിത്തീലിയോഡ് സെൽ. അതായത് കണ്ടത് എലോങ്ങേറ്റഡ് സെല്ലാണ്, വെരി സ്ലിപ്പർ ഷേപ്ഡ് ന്യൂക്ലിയസ്. പിന്നെ ഇവിടെ കണ്ട കാർട്ട് വീൽ ക്രോമാറ്റിൻ ആണ്. ഇത് ഞാൻ ഇതുകൊണ്ടാണ് വരച്ചത്. അപ്പം ഇത് നമ്മുടെ അനിഷ്കോഫ് സെല്ലും ഓർമ്മിക്കുക. ഇത് എന്തായാലും ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ജനറൽ പത്തോളജിക്കും സിസ്റ്റം പത്തോളജിക്കും വരയ്ക്കേണ്ടി വരും. ഇതില്ലെങ്കിലും ഇത് വരയ്ക്കേണ്ടി വരും. കാരണം TBയിൽ വരയ്ക്കാം. ഗ്രാനുലോമ ഇല്ലേ TBയില്? ലെപ്രസിയില് ഗ്രാനുലോമ ഇല്ലേ? ഓക്കെ, ഇനി അടുത്ത് നിങ്ങളുടെ ഹാർഡ് ട്യൂബർക്കിൾ, സോഫ്റ്റ് ട്യൂബർക്കിൾ എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇനി ക്രോണിക് ഇൻഫ്ലമേഷൻ ചോദിച്ചാൽ ഇൻസൈഡ് ദാറ്റ് യു ഷുഡ് റൈറ്റ് ദ പാറ്റേൺ ഓഫ് ക്രോണിക് ഇൻഫ്ലമേഷൻ. ഇൻസൈഡ് പാറ്റേൺ ഡെഫിനറ്റ്ലി യു ഷുഡ് റൈറ്റ് അബൌട്ട് ഗ്രാനുലോമ. What is meant by granuloma? It is a compact collection of epithelial cell
along with the central caseating necrosis and lined by rimmed by lymphocyte and fibroblast. അപ്പം അതിനകത്ത് ഗ്രാനുലോമയുടെ അകത്ത് എപ്പിത്തീലിയോഡ് സെല്ലുണ്ട്, ഉണ്ട്, പിന്നെ അടുത്ത് ലിംഫോസൈറ്റ് ഉണ്ട്, ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ട്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ എപ്പിത്തീലിയോഡ് സെൽ എല്ലാം കൂടെ ചേർന്ന് കളക്ഷൻ ഓഫ് എപ്പിത്തീലിയോഡ് സെൽ, അതായത് മോഡിഫൈഡ് മാക്രോഫേജ് ആണ് എപ്പിത്തീലിയോഡ് സെൽ അല്ലെ. എപ്പിത്തീലിയോഡ് സെൽ എല്ലാം കൂടെ ചേർന്ന് എന്ത് ജയന്റ് സെൽ ഉണ്ടാവും? ലാങ്ഹാൻസ് ജൈന്റ് സെൽ ഉണ്ടാവും അല്ലെ. ടി ബിയിലൊക്കെ ആണെങ്കിൽ ലാങ്ഹാൻസ് ജൈന്റ് സെൽ. അപ്പം ഈ പറയുന്ന ലാങ്ഹാൻസ് ജൈൻസ് അങ്ങോട്ട് എഴുതാതിരുന്നു കഴിഞ്ഞാൽ ഈ ക്രോണിക് ഇൻഫ്ലമേഷന്റെ കാരണമായതുകൊണ്ട് ലെപ്രസിയുടെ അകത്ത് വരച്ചുകൂടെ. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം. ജനറൽ പത്തോളജിയിൽ കേട്ടോ യാസിൻ, ജനറൽ പത്തോളജിയിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ അത് ഗ്രാനുലോമ വരയ്ക്കേണ്ട പാറ്റേൺ അല്ലെങ്കിൽ ആ ഫ്ലോ ചാർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഫ്ലോ ചാർട്ട് നിനക്ക് ടി ബി അകത്ത് എഴുതാം, അതേ ഫ്ലോ ചാർട്ട് നിനക്ക് ലെപ്രസിഡ് എഴുതാം. ബിക്കോസ് ഇൻസൈഡ് ദാറ്റ് ദർ ഈസ് ഗ്രാനുലോമ. ബട്ട് ഡിപ്പെൻഡിങ് ഓൺ മാർക്ക് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ടൈം നിങ്ങൾക്ക് എക്സാക്ട് പത്തോജനസിസ് ടി ബിയില് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും പഠിക്കണം. അത് പഠിച്ച് ഫുൾ അങ്ങ് സെറ്റ് ആവുന്നില്ല, മനസ്സിലാവുന്നില്ല. കാരണം കുറച്ച് കൺഫ്യൂസിങ് വരുന്നുണ്ട്. കാരണം ഈ നമ്മുടെ അറിയല്ലോ ഇന്റർലൂക്കിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഒന്നുമില്ലെങ്കിലും ബേസിക് സാധനം ഗ്രാനുലോമയാണ്. അപ്പൊ ഗ്രാനുലോമ എഴുതിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ ക്രെഡിറ്റ് ഉണ്ട്, നല്ല ക്രെഡിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം പഠിക്കുന്ന കാര്യങ്ങൾ ജനറൽ പത്തോളജി പഠിക്കുമ്പോൾ അത് സിസ്റ്റമിക്കിന് ഉപകാരപ്പെടുന്ന രീതിയിൽ പഠിക്കണം. അതിലൊന്നാണ് ഗ്രാനുലോമ. പിന്നെ നമ്മുടെ മാഡം പറഞ്ഞില്ലേ, ന്യൂപ്ലേസ് പഠിച്ച മാഡം ട്യൂമർ സപ്രസർ ജീന്, ട്യൂമർ പ്രോട്ടോ ഓങ്കോജീന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഈ ട്യൂമർ സപ്രസർ ജീൻ എന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങൾ P53 പഠിക്കുന്നുണ്ട്. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനകത്ത് അടുത്തൊരു കാര്യം കൂടെ പറയാം. പത്തോജെനിസിസ് എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. പത്തോജെനിസിസ് ഇൻസൈഡ് pathogenesis not only environmental factors, definitely there is genetic immune reasons. ഈ ക്യാൻസർ എടുത്താലും, അതായത് ഞാൻ ഈ പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുട്ടിക്കാണ്, P53 മ്യൂട്ടേഷനകത്ത് ഏതെങ്കിലും ഒരു ക്യാൻസർ കാണിച്ചു തരാൻ പറ്റുമോ? ഉണ്ട്, അങ്ങനെ ക്യാൻസർ ഉണ്ട്. ബട്ട് UG ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഡെഫിനറ്റ്ലി കണ്ണു അടച്ച് എഴുതാം. ജീൻ മ്യൂട്ടേഷന്റെ കാര്യം പറയുമ്പോൾ യു ഷുഡ് റൈറ്റ് tumor suppressor gene getting mutated. Which is the most common tumor suppressor gene which is getting mutated? P53. Okay, അപ്പം P53 അതിപ്പം ജനറൽ ആയിട്ട് എല്ലാത്തിലും എഴുതാന്നുള്ള കാര്യമാണ്. ഓക്കെ, ജനറൽ ആയിട്ട് എല്ലാത്തിലും എഴുതാന്നുള്ള. അപ്പം ജനറലി ഉള്ള കാര്യങ്ങൾ മറന്നു പോരുത്. അതായത് എല്ലാത്തിലും സ്മോക്കിംഗ്, ആൽക്കഹോളിസം എഴുതാം. അതുപോലെ എല്ലാത്തിലും ജെനറ്റിക്സിനകത്ത് മ്യൂട്ടേഷൻ, ഇപ്പം ബ്രസ്റ്റ് ചോദിച്ചാൽ BRCA1 അങ്ങനെ തന്നെ എഴുതണം. അതിന്റെ കൂടെ P53 എഴുതണം. ഉറപ്പായിട്ട് റോബിൻസിൽ കൊടുക്കുന്നുണ്ട്. എല്ലാത്തിലും ഏറ്റവും അവസാനം P53 ഉണ്ട്. നിങ്ങൾക്ക് ആ കൂടി ഒരു 14 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ 14 ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. ഈ 14 ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളുടെ P53യുടെ കാര്യം എവിടെയെങ്കിലും എഴുതാൻ മറന്നു പോകരുത്. P53 എഴുതുമ്പം അടിച്ചു വിടുക. ട്യൂമർ സപ്രസർ ജീനാണ്, മ്യൂട്ടേഷൻ സംഭവിക്കുന്നു, ഇറ്റ് വിൽ കോസ് എന്ത് മ്യൂട്ടേഷൻ, അതായത് സെൽ ഡിവിഷന്റെ കൺട്രോൾ പോവും. ഒരു ബ്രേക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ട്യൂമർ സപ്രസർ ചെയ്യുന്ന P53 ആ കൺട്രോൾ പോവും. അൺകൺട്രോൾഡ് പ്രോലിഫറേഷൻ ഓഫ് സെൽ വിച്ച് ലീഡ്സ് ടു മാലിഗ്നൻസി, അല്ലെങ്കിൽ ഒരു നിയോ ടിഷ്യൂ ഫോർമേഷൻ. അതാണല്ലോ നിയോപ്ലാസ് എന്ന് പറഞ്ഞാൽ ന്യൂ ടിഷ്യൂ ആണല്ലോ. ന്യൂ ടിഷ്യൂ ഫോം ചെയ്യുന്നത് P53 മ്യൂട്ടേഷനിൽ ഒരു കോമൺ പങ്കുണ്ട്. കോമൺ ജീൻ. ഓക്കെ, അത് എഴുതുക. അതുപോലെയാണ് ക്ലിനിക്കൽ ഫീച്ചർ. ഇപ്പം റെസ്പിറേറ്ററി സിസ്റ്റം ഏത് ഡിസീസ് ചോദിച്ചാലും ഏത് കഫ് ഉണ്ട്, ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് ഉണ്ട്, ഡിസ്നിയ ഉണ്ട്, ഇതെല്ലാത്തിലും ഉണ്ട്. അതുപോലെ ഇത് നമ്മുടെ ബോണിലുള്ള ട്യൂമർ ഏത് ചോദിച്ചാലും യു ഷുഡ് റൈറ്റ് പെയിൻ, പത്തോളജിക്കൽ ഫ്രാക്ചർ, എന്തോ യൂഷ്വലി ഗ്രോത്ത്. അപ്പൊ ഇതെല്ലാം എല്ലാത്തിലും ഉള്ളതാണ്. അപ്പൊ കോമൺ ആയിട്ടുള്ളത് നിങ്ങൾ ഈ ഹെഡിങ്ങിനകത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കോറിലേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അല്ലാതെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പത്തോളജി പഠിക്കുന്നത് ദേവിയിൽ അങ്ങനെ പഠിക്കരുത്. ഒരു സിസ്റ്റം മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്തിട്ട് പഠിക്കാൻ നിൽക്കുക. അല്ലെങ്കിൽ ജനറൽ പത്തോളജി സിസ്റ്റം കൂടെ എന്താണ് അത് തമ്മിലുള്ള അത് ഈ ലാസ്റ്റ് 15 ദിവസം നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മളിപ്പോൾ അനാട്ടമി എല്ലാം പഠിച്ചു വരുമ്പോഴാണല്ലോ എളുപ്പമാണ് നമുക്ക് തോന്നുന്നത്. കാരണം അപ്പർ ലിംബ്, ലോവർ ലിംബ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരുമ്പോഴേക്കും ഒരു ഐഡിയ കിട്ടും. അതുപോലെയാണ് ജനറൽ പത്തോളജി മാന്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് സിസ്റ്റമിക് പത്തോളജി. ഇല്ലെങ്കിൽ സിസ്റ്റമിക് പത്തോളജി വെച്ചിട്ടിരുന്നാൽ ഒന്നും നടക്കത്തില്ല, ഒരിടത്തും തീരത്തില്ല. ഞാൻ ഈ പറഞ്ഞ 3 ദിവസം മാക്സിമം, 3 ദിവസം കംപ്ലീറ്റ് കൊടുക്കുന്നത് ഞാൻ പറയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കും. നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ഒക്കെ ഫാർമക്കോളജിയിലെയും മൈക്രോബയോളജിയിലൊക്കെ പഠിക്കാം. പക്ഷെ 3 ദിവസം കൊടുക്കാതിരുന്ന ഒന്നും ആവത്തില്ല. മിനിമം കൊടുക്കണം. ഓക്കെ,
അപ്പം ഡ്യൂ ക്രൈറ്റീരിയ എഴുതേണ്ടത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസിലാണ്. ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസിനകത്ത് നമ്മൾ അത് വെജിറ്റേഷൻ ചോദിച്ചിട്ടുണ്ട്, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. വെജിറ്റേഷൻസിന്റെ പടം പഠിക്കുക. ഓക്കെ, പിക്ചർ ഉണ്ട്, വെജിറ്റേഷൻസ് ഉണ്ട്. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, പിക്ചേഴ്സ് പഠിക്കണം. വെജിറ്റേഷൻ കഴിഞ്ഞു, വെജിറ്റേഷൻ. ഓക്കെ, അടുത്ത് നമ്മൾ ലങ്സിലോട്ട് പോയി. ലങ്സിലെ ന്യൂമോണിയ അറിയാലോ, ഒരു ലോബ് മൊത്തത്തിൽ അഫക്ട് ചെയ്ത ലോബാൽ ന്യൂമോണിയ. നെക്സ്റ്റ് ബ്രോങ്കൈ. സർ ക്ലിയർ ആവുന്നില്ല, ബ്രേക്ക് ആവുന്നു സർ. ഹലോ സർ, ഗ്രേ ബ്രേക്ക് ആവുന്നു. ഭയങ്കരമായിട്ട്. ഓക്കെ, ഹലോ. ആ സർ, ഇപ്പം കേക്കാം. ഹലോ സർ, ഇപ്പം കേക്കാം. ഇപ്പം കേക്കാം. കേക്കാം. അപ്പം ന്യൂമോണിയ മറക്കരുത്. നെക്സ്റ്റ് ന്യൂമോകോണിയോസിസ്. ന്യൂമോകോണിയോസിസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് ന്യൂമോകോണിയസിനകത്താണ് വരുന്നത്. അത് എന്ത് ഒക്കുപേഷണൽ ലങ് ഡിസീസ് എന്ന് ചോദിക്കുക. അതായത് പത്തോളജിയിൽ അടുത്തിന് വേറൊരു തലവേദനയാണ്, പല പല പേരുകളുണ്ട്. ഓൾസോ നോണസ്. അപ്പം ഓൾസോ നോണസ് ന്യൂമോകോണിയോസിസ് കേൾക്കുമ്പോൾ തല കറങ്ങരുത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഒക്കുപേഷണൽ ലങ് ഡിസോർഡർ. ഹർഷ് മോഹനകത്ത് കോളം ഉണ്ട്, പഠിക്കാൻ മറക്കരുത്, പഠിക്കണം. ബൈഹാർട്ട് വഴിയേണ്ട സാധനമാണ്. അതായത് ട്യൂമർ സപ്രസർ ജീൻ ബൈഹാർട്ട് ചെയ്ത് കാണും. അന്ന് എക്സ്ട്രാ നമ്മുടെ കവിതമ്മയുടെ ആഡ് ചെയ്ത ട്യൂമർ മാർക്കർ നോട്ട് ഉണ്ടാക്കി കാണും. അത് ജസ്റ്റ് വായിച്ചിട്ട് കാര്യമില്ല, ഒരു പേപ്പർ എടുത്ത് എഴുതിയാൽ മാത്രമേ യു ക്യാൻ ഏബിൾ ടു റീപ്രൊഡ്യൂസ്. അതുപോലെ ബൈഹാർട്ടായിട്ട് ഒരു എന്ത് ബൈഹാർട്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതുണ്ട്. ബട്ട് ഈ ലാസ്റ്റ് നിമിഷം ഇനി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നിൽക്കേണ്ട. കൂടുതലും ബൈഹാർട്ട് ചെയ്താലും നഷ്ടമൊന്നുമില്ല. ഈ കാര്യങ്ങൾ ഇപ്പം ഏത് നമ്മുടെ കോൾ ഡസ്റ്റിലാണെങ്കിൽ കോൾ വർക്കേഴ്സ് ന്യൂമോണിയ. ഇനി ആസ്ബസ്റ്റോസ് ആണ് കാരണമെങ്കിൽ ആസ്ബസ്റ്റോസിസ്. ആസ്ബസ്റ്റോസിസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അപ്പൊ അങ്ങനെ പഠിക്കുക, കോളം വരയ്ക്കുക. ആസ്ബസ്റ്റോസിനകത്ത് ആസ്ബസ്റ്റോസ് ബോഡി ഇല്ലെങ്കിൽ ഫെറൂജിനസ് ബോഡി. റിപ്പീറ്റഡ്ലി ആസ്കിംഗ് ക്വസ്റ്റ്യൻ, ഫെറൂജിനസ് ബോഡി. അപ്പൊ നമ്മുടെ ഫെറൂജിനസ് ബോഡി വരയ്ക്കാൻ പഠിക്കുക. ഓക്കെ, ആസ്ബസ്റ്റോസ് ഫൈബറും അയണും ഒക്കെ ചേർന്നിട്ടുള്ള സാധനമാണ്. അത് പഠിക്കണം, വരച്ച് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഈ ലങ്സിൽ യൂഷ്വലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ARDS, acute respiratory distress syndrome. Actually, ഹലോ സർ, ചോദിക്കാറുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം ചോദിച്ചില്ല, അതിന് മുമ്പത്തെ വർഷം കോവിഡ് ചോദിച്ചു. അപ്പൊ എപ്പോഴും ചോദിക്കുന്നുണ്ട് ഇൻസൈഡ് മോർഫോളജി പ്ലേസ് റൈറ്റ് ഡാമേജ്, ഡിഫ്യൂസ് ആൽവിയോളാർ ഡാമേജ്, ഡിഫ്യൂസ്. ഹലോ യാസൻ, കേൾക്കാം? യെസ് ഇപ്പം കേക്കാം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, യെസ് സർ, കേക്കാം. okay. If they ask anything related to COVID-19 in pathology, definitely you should write about diffuse alveolar damage. Diffuse, അതായത് focal അല്ല, diffuse, extensive alveolar damage will be there. എന്താണ് the exact pathogens of COVID-19 is cytokine storm. Cytokine storm നമ്മുടെ ഏത് SARS-CoV-2 വൈറസ് വരുന്നു, നമ്മുടെ ലങ്ങിലുള്ള മാക്രോഫേജ് എൻഗൾഫ് ചെയ്യുന്നു, ആൻഡ് it will cause releasing of numerous cytokines. These cytokines will cause damage to alveoli and it will leads to diffuse storm ഉണ്ടാവുന്നു. ഈ സെയിം സാധനം തന്നെയാണ് നമ്മുടെ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോമിനകത്ത് വരുന്നത്. ഇത് സംടൈംസ് ദേ വിൽ ആസ്ക് us ഹൈലിൻ മെംബ്രെയിൻ ഡിസീസ് ഇൻ മെഡിസിൻ. ഓക്കെ, ഹൈലിൻ മെംബ്രെയിൻ ഡിസീസ്. അപ്പം ARDS പഠിക്കാനും വരയ്ക്കാനും മറക്കരുത്. TB ഒന്നും പറയാനില്ല. ഗ്രാനുലോമ മറക്കരുത്. ലാങ്ഹാൻസ് ജൈന്റ് സെല്ല് മറക്കരുത്. പത്തോജെനസിസ് മറക്കരുത്. ലാബ് ഇൻവെസ്റ്റിഗേഷൻ ഓൾറെഡി പറഞ്ഞു അല്ലെ? എഴുതുമ്പോൾ ക്ലിനിക്കൽ ഹിസ്റ്ററി തൊട്ട് എഴുതിയാലേ കാര്യമുള്ളൂ, എങ്കിലേ വി ക്യാൻ ഏബിൾ ടു ഡയഗ്നോസ്.
Not only with lab investigation, along with history only, we can write lab investigation. ഞാൻ ഈ PPT തരാം. ഇതിനകത്ത് TVയുടെ ലാബ് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻക്ലൂഡിങ് മൈക്രോബയോളജി എഴുതിയിട്ടുണ്ട്. യാസിൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ. ഇനി ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതില് 2 ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒന്നില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഒന്നെങ്കിൽ ബ്രോങ്കിയക്ടാസിസ് അല്ലെങ്കിൽ എംഫൈസീമ. ഓക്കെ, ബ്രോങ്കിയക്ടാസിസ് അല്ലെങ്കിൽ എംഫൈസീമ. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, നമ്മുടെ ഓസ്റ്റിയോസാർക്കോമ. ഓസ്റ്റിയോസാർക്കോമ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പറ്റുമോ? ഇല്ല, അത് ഓസ്റ്റിയോസാർക്കോമ വരാ. ഓക്കെ, ചോദിക്കാം. അതുപോലെയാണ് ഹോട്ട്കിൻസ് ലിംഫോമ. അതാ ജസ്റ്റ് ഇപ്പൊ എടുത്ത് 2024 ഒരു അഡീഷണൽ ബാച്ച് ക്വസ്റ്റ്യൻ അത് സിസ്റ്റമിക് പത്തോളജിയിലകത്ത് ദേ ആസ്ക് ഹോട്ട്കിൻസ് ലിംഫോമ. കവിത മേഡം പറഞ്ഞായിരുന്നു, നോട്ട് ഈ ക്ലിപ്പും ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ഫോർ ജനറൽ പത്തോളജി. അത് പേപ്പർ 2 സിസ്റ്റമിക് പത്തോളജി മാത്രമാണല്ലോ. അത് മാത്രമല്ല ചോദിക്കുന്നത്, അവർ മിക്സപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഹോട്ട്കിൻസ് ലിംഫോമ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, അല്ലെങ്കിൽ റീഡ് സ്റ്റാൻബർഗ്സ് എല്ലാം ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പം ഒന്നിൽ ചേർക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് 2-ലായാലും ചേർക്കും. അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഞാൻ ഈ പറഞ്ഞില്ലേ 5 ദിവസം വേണമെന്ന് മൊത്തത്തില്, 5 ദിവസം, ഒരു ദിവസം ഹെർമറ്റോളജി പഠിച്ച് വയ്ക്കാൻ പറഞ്ഞ അതാണ്. കാരണം ഇഫ് യു സ്റ്റഡി നൗ ഇറ്റ് ഈസ് വെരി ഈസി. അതായത് നമ്മുടെ സിസ്റ്റമിക് പത്തോളജിയുടെ അന്ന് റിവൈസ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഒരു ദിവസം കംപ്ലീറ്റ് എടുത്ത് ഹെമറ്റോളജി നോക്കണം. ഓക്കെ, അപ്പം അതുപോലെയാണ് ഒബ്സ്ട്രക്റ്റീവിനകത്ത് ബ്രോങ്കിയക്ടാസിസ്, പെർമനന്റ് ഡയലറ്റേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്ക്യൂൾസ് ആണ് ബ്രോങ്കിയക്ടാസിസ്. എംഫൈസീമയും സെയിം ആണ്, പക്ഷെ ഇവിടെ ഡിസ്റ്റൽ ടു ബ്രോങ്കൈ ആണ് എംഫൈസീമയുടെ അകത്ത് വരുന്നത്. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സ്റ്റഡി പത്തോജനസിസ്. ഈ പത്തോജനസിസിനകത്ത് ജെനറ്റിക്, ഓക്കെ, കൺജനറ്റലായിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, അത് മറന്നു പോകരുത്. ബ്രോങ്കിയക്ടാസിസിൽ ഹണി കോംബ് അപ്പിയറൻസ് ഓഫ് ലങ് ആണ്, അത് ഗ്രോസിനകത്ത് എഴുതണം. ആൻഡ് ഗ്രോസിലെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ഷേപ്പ്, സിലിണ്ടറിക്കൽ, ഫ്യൂസിഫോം, സാക്കുലർ, വെരിക്കോസ്. അപ്പം ബ്രോങ്കിയക്ടാസിസിൽ ഗ്രോസ് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്, ബിക്കോസ് ഇറ്റ് ഇസ് എൻ എസ്എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ക്ലിനിക്കൽ ഫീച്ചർ ഞാൻ പറഞ്ഞില്ല, ലങ്സിൽ ഏത് ചോദിച്ചാലും പ്രൊഡക്റ്റീവ് കഫ്, ഹെമറ്റമിസിസ് എഴുതാം, പിന്നെ അടുത്ത് എന്താ ഡിസ്നി എഴുതാം, ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് എഴുതാം, ക്രബ്സ് എഴുതാം. എന്ത് ഒരു കോമൺ പാറ്റേൺ ഉണ്ട്. പിന്നെ ഫീവർ ഇല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, ഫീവർ എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെയാണ് എംഫൈസീമ, മറക്കരുത്. എംഫൈസീമയും ഡിസ്റ്റൽ ടു അല്ലെങ്കിൽ ടെർമിനൽ ബ്രോങ്ക്യോൾസിന് ഡിസ്റ്റൽ ആയിട്ടുള്ള അടുത്ത് ഇറിവേഴ്സിബിൾ ഡാമേജ് ആണ് നമ്മുടെ എംഫൈസീമയ്ക്ക് ഉണ്ടാകുന്നത്. എംഫൈസീമയുടെയും ടൈപ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സെൻട്രി ലോബർ, പാൻ അസിനാർ. അപ്പം അത് ടൈപ്സ് പഠിക്കാം. പിന്നെ ഇവിടെ അതാ സ്മോക്കിംഗ് എലോങ് വിത്ത് ആൽഫോൺ ആന്റി ട്രപ്സിൻ ഡെഫിഷ്യൻസി ഫ്ലോ ചാർട്ട് വരച്ച് എഴുതുക. ഇതിനകത്ത് ബുള്ളയാണ് വരുന്നത്, ബ്ലബ്സ് ആൻഡ് ബുള്ളയാണ് നമ്മുടെ എംഫൈസീമയുടെ അകത്ത് വരുന്നത്. മറ്റടുത്ത് ഹണി കോംബ് മറക്കരുത്. ബ്രോങ്കിയൽ ആസ്മ പലരും വിട്ടുപോകുന്നതാണ്. ബട്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ MCQ, ആഷ്ലി ചോദിച്ചില്ല MCQ. ഇതാ ചാർക്കോട്ട് ലേഡൻ ക്രിസ്റ്റൽ, ക്രഷ്മാൻ സ്പൈറൽസ് എവിടെ കാണും? നീറ്റിനും ചോദിക്കും, കുഹാസിലും ചോദിക്കും. ക്രഷ്മാൻ സ്പൈറലും ചാർക്കോട്ട് ലേഡൻ ക്രിസ്റ്റലും പ്രസന്റ് ഇൻ ബ്രോങ്കിയൽ ആസ്മ. അതെന്താണെന്നുള്ളത് പ്ലീസ് റീഡ്. മ്യൂക്കോസൽ പ്ലഗ് ആണ്, സമയം എടുത്ത് വായിക്കുക. ഓക്കെ, 15 മിനിറ്റ്. ഓക്കെ, ഇനി ക്ലാസിഫൈ ലങ് ട്യൂമർ. ഞാൻ പറഞ്ഞു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്യാൻ മറക്കരുത്, പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ബോൺ പത്തോളജിയിലോട്ട് കയറി. ബോൺ പഠിക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ് എപ്പിഫൈസിസ്, എന്താണ് ഡയാഫൈസിസ്, എന്താണ് മെറ്റാഫൈസിസ് എന്നുള്ളത് മനസ്സിലാക്കുക. എവിടെ നിന്നാണ് ട്യൂമർ അറൈസ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കുക. ഈ പിക്ചർ പഠിക്കാതെ ബോൺ തൊടണ്ട. അതുപോലെ ഓസ്റ്റിയോസാർക്കോമ പഠിക്കാതെ എക്സ്ട്രാ ഹോളിനകത്ത് പോകണ്ട. ഓക്കെ, അപ്പൊ എന്താ, എവിടെ നിന്നാണ് ട്യൂമർ എന്നുള്ളത് അറൈസ് ചെയ്യുന്നതെന്ന് പഠിക്കുക. ഏതൊക്കെ കാർട്ടിലേജ് ഫോമിംഗ് ആണ്, ഏതൊക്കെ ബോൺ ഫോമിംഗ് ആണെന്നുള്ളത് നിങ്ങൾ അറിയണം. എന്നിട്ട് നമ്മുടെ മെയിൻ ഹീറോ ഓസ്റ്റിയോസാർക്കോമ കണ്ടോ, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ബോണിൽ കോമൺ ആണല്ലേ. ഏത് ട്യൂമർ ചോദിച്ചാലും ക്ലിനിക്കൽ ഫീച്ചർ സെയിം അല്ലേ? സെയിം ആണ്. പെയിൻ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, പിന്നെ പത്തോളജിക്കൽ ഫ്രാക്ചർ ഉണ്ട്. ഇനി അതുപോലെ തന്നെ എക്സ്റേ ഇൻവെസ്റ്റിഗേഷനകത്ത് എക്സ്റേ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ബോൺ ട്യൂമർ ഉണ്ടോ? ഇല്ല, എല്ലാത്തിനും ഉണ്ട്. ഇവിടെ സെപ്പറേറ്റ് ഒരു പാറ്റേൺ തന്നെ ഉണ്ട്. എന്താണ്? സൺ റേ അപ്പിയറൻസ്. പിന്നെ നമ്മുടെ ഈ പെരിയോസ്റ്റിയം പൊട്ടുമ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാകുന്നു, അതാണ് കോട്ട്മാൻസ് ട്രയാങ്കിൾ. അപ്പം എക്സ്റേ ഫൈൻഡിങ് ഓഫ് ഓസ്റ്റിയോസാർക്കോമ മറക്കരുത്. പിന്നെന്താ, മൈക്രോസ്കോപ്പി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ മൈക്രോസ്കോപ്പി പഠിക്കുമ്പോഴും ഒരു കാര്യം ഓർമ്മിക്കണേ, നമ്മളിപ്പം മൈക്രോസ്കോപ്പി ഉറപ്പായിട്ടും പ്ലീസ് റിമെമ്പർ, ഇഫ് യു റൈറ്റ് മൈക്രോസ്കോപ്പി ഓഫ് എനി ട്യൂമർ,
എനി ട്യൂമർ, ഇറ്റ് ക്യാൻ ബി ബിനൈൻ ഓർ മാലിഗ്നന്റ് അണ്ടർ മൈക്രോസ്കോപ്പി. നമ്മൾ വരയ്ക്കുമ്പോൾ ശരി, വരയ്ക്കുമ്പോഴാലും ഈ ലോജിക് അനുസരിച്ച് തന്നെ വരയ്ക്കണം. എഴുതുമ്പോൾ എഴുതണം ട്യൂമർ സെൽ ഷോസ് വാട്ട്? പ്ലിയോമോർഫിസം. ട്യൂമർ സെൽ ഷോസ് ലോസ് ഓഫ് ബേസൽ പൊളാരിറ്റി, അനൈസോന്യൂക്ലിയോസിസ്, പിന്നെ എന്താണ് നെക്രോസിസ്, അല്ലെങ്കിൽ ഹൈ എൻ സി റേഷ്യോ. ടി ഫോർ ട്യൂമർ ജൈൻ സെൽ. കണ്ട പ്ലാന്റ്, എലോങ് വിത്ത് പ്ലാന്റ് നിങ്ങൾക്ക് ഒരു എമ്മും കൂടെ ആഡ് ചെയ്യാം, പ്ലാന്റിയം, അതായത് മൈറ്റോസിസ്. അപ്പം മോർഫോളജിയുടെ ഹെഡിങ് ഡെഫിനറ്റ്ലി യു ഷുഡ് റൈറ്റ് അബൌട്ട് പ്ലാന്റിയം. പ്ലിയോമോർഫിസം എഴുതണം, ലോസ് ഓഫ് ബേസൽ പൊളാരിറ്റി എഴുതണം, അനൈസോന്യൂക്ലിയോസിസ് എഴുതണം, ഹൈ എൻ സി റേഷ്യോ എഴുതണം, ട്യൂമർ ജൈൻ സെൽ എഴുതണം, മൈറ്റോസിസ് എഴുതണം. അറ്റ്ലീസ്റ്റ് ഇത്ര എഴുതണം. പിന്നെ കണ്ട എന്നിൽ രണ്ടെണ്ണം ഉണ്ട്, നെക്രോസിസും ഹൈ എൻ സി റേഷ്യോ ഉണ്ട്. അപ്പൊ കണ്ട ഒരു ഇഫ് ഇറ്റ് ഈസ് എ മാലിഗ്നന്റ് ട്യൂമർ ഡെഫിനറ്റ്ലി there will be necrosis, definitely there will be mitosis. മാലിഗ്നന്റ് ആണെങ്കിൽ കണ്ട ഡെഫിനറ്റ്ലി there will ട്യൂമർ ജൈൻ സെൽ. പിന്നെ ഇത്രയും കാര്യം ഇല്ലേ? ഉണ്ട്. ഇത് നിങ്ങൾ ജനറൽ പത്തോളജിയിലെ നമ്മുടെ മോർഫോളജി ഓഫ് ട്യൂമർ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. എവിടെ? സിസ്റ്റമിക് പത്തോളജി യൂട്ടിലൈസ് ചെയ്യണം. ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഹെഡിങ്ങിൽ എഴുതാനുള്ള കാര്യമായല്ലോ, സിമ്പിൾ. അതാണ് ഹെഡിങ് എഴുതുക, ബേസിക് ലോജിക്കിൽ പത്തോളജി പഠിക്കാൻ നിൽക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ പോയി. നെക്സ്റ്റ് പർട്ടിക്കുലർലി ന്യൂ ബോൺ ഫോർമേഷൻ, അതാണ് ഓസ്റ്റിയോഡ്. ഓസ്റ്റിയോ സാർക്കോമയിലുണ്ട് കേട്ടോ, ഓസ്റ്റിയോജനിക് സാർക്കോമ. അപ്പം പണം മറക്കണ്ട, അവിടെ RBG മ്യൂട്ടേഷൻ ഒക്കെ പത്തോളജിയിനകത്ത് വരുന്നുണ്ട്. പ്ലീസ് സ്റ്റഡി പത്തോജനസിസ്. ഓസ്റ്റിയോ സാർക്കോമ ഇൻ ആൻഡ് ഔട്ട് എല്ലാം പഠിക്കണം. RBG മ്യൂട്ടേഷൻ്റെ കാര്യം എല്ലാം എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ഓസ്റ്റിയോക്ലാസ്റ്റോമ. ഇപ്പൊ ഓസ്റ്റിയോക്ലാസ്റ്റോമ എന്നല്ല പറയുന്നത്, ജൈൻ സെൽ ട്യൂമർ ഓഫ് ബോൺ. ഇവിടെ എന്താണ്? നേരത്തെ സൺറേ അപ്പിയറൻസ് ആണെങ്കിൽ ഇവിടെ സോപ്പ് ബബിൾ അപ്പിയറൻസ്. ഓക്കെ, പേര് കേൾക്കുമ്പം ജൈൻ സെൽ ട്യൂമർ, വലിയ ഏതോ ഭീകരനാണെന്ന് വിചാരിക്കും ജൈൻ സെൽ. ഇത് ഭീകരനാണോ? അല്ല, ഇത് ബിനൈൻ ആണ്, പാവമാണ്. ബട്ട് ഇൻസൈഡ് മൈക്രോസ്കോപ്പി യു ക്യാൻ ഏബിൾ ടു സീ ന്യൂമറസ് ജൈൻ സെൽ. ഓക്കെ, ഓസ്റ്റിയോക്ലാസ്റ്റിക് ജൈൻ സെൽ. ഇത് മാലിഗ്നന്റ് അല്ല, ബിനൈൻ ആണ്. അപ്പം ബോൺ ട്യൂമറിൽ കണ്ട ഇൻട്രൊഡക്ഷൻ അകത്ത് സൈറ്റ് എഴുതാം. ആദ്യം ക്ലാസിഫിക്കേഷൻ മര്യാദയ്ക്ക് പഠിച്ച സൈറ്റ് എഴുതാം. ബിനൈൻ ആണോ മാലിഗ്നന്റ് ആണോ എന്ന് എഴുതാം. ബോൺ ഫോർമിംഗ് ആണോ അല്ലെങ്കിൽ കാർട്ടിലേജ് ഫോർമിംഗ് ആണോ എന്ന് എഴുതാം. ഇതൊക്കെ ഇൻട്രൊഡക്ഷനകത്ത് എഴുതണം. പിന്നെ ഓസ്റ്റിയോസാർക്കോമ ചോദിക്കുമ്പം ഏജ് വെരി ഇമ്പോർട്ടന്റ്. യങ്ങർ ഏജ് ഗ്രൂപ്പിലാണ്, <20 അല്ലെങ്കിൽ <10 കോമൺ ആണ്. ആ ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർമ്മിക്കാം. ഓക്കെ, ഇനി എവിങ് സാർക്കോമ, സെയിം EWS ഓറിജിൻ. എവിങ് സാർക്കോമയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിങ് സാർക്കോമയില് നമ്മുടെ സ്മോൾ റൗണ്ട് ബ്ലൂ സെൽ ട്യൂമർ ആണ്. സ്മോൾ റൗണ്ട് ബ്ലൂ സെൽ ആൻഡ് ഫോമിങ് എ റോസെറ്റ് വരുന്ന രണ്ട് കണ്ടീഷൻ നിങ്ങൾ അക്കോർഡിംഗ് ടു UG, PG ഒരുപാടുണ്ട്. UGക്ക് അറിയേണ്ടത് റെറ്റിനോബ്ലാസ്റ്റോമയിൽ ഹോമർ റൈറ്റ് റോസെറ്റ് പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എലോങ് വിത്ത് എവിങ് സാർക്കോമ അവിടെയും നിങ്ങൾക്ക് റോസെറ്റ് ഉണ്ട്. അപ്പം കോറിലേറ്റ്. ഇനി ഓസ്റ്റിയോമൈലൈറ്റിസ് എന്താണ്? മൈലൈറ്റിസ്, ITIS. ഇപ്പം ഞാൻ പറയില്ല, 80 മാർക്ക് നമുക്ക് എഴുതാൻ പറ്റും. ഒരു 20 മാർക്ക് ടഫ് ആയിരിക്കും കേട്ടോ. ടഫ് വരാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ അറിഞ്ഞൂടെ ആയിരിക്കും. അപ്പൊ അറിഞ്ഞൂടെങ്കിൽ നമ്മളിപ്പം ക്വസ്റ്റ്യൻ ITIS എൻഡ് ചെയ്യുകയാണെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ്, അപ്പൻഡിസൈറ്റിസ്, സിമ്പിൾ ആണ്. അല്ല ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഹെപ്പറ്റൈറ്റിസ് എന്തെങ്കിലും ചോദിച്ചു, ITIS എൻഡ് ചെയ്താൽ ലോജിക്കലി, അതായത് ആ ക്വസ്റ്റ്യൻ ഒരു 2-3 തവണ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക. ITIS എൻഡ് ചെയ്താൽ ഇറ്റ് ഈസ് ഇൻഫ്ലമേഷൻ. അപ്പൊ ഇൻഫ്ലമേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പോയി. നമ്മുടെ ഹെഡിങ് മറക്കരുത്. ഹെഡിങ് ഓർമ്മിക്കുമ്പോൾ എത്ര അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻ ആയാലും 6 ആദ്യം അങ്ങ് സിനോപ്സിസ് എന്ന് പറഞ്ഞ് ബാക്കി ആണോ ആലോചിക്കുക. ഹലോ, പോയോ? നമുക്ക് തീർക്കാം. ബ്രേക്ക് ആയിരുന്നു, ഇപ്പം കേൾക്കാം. ഓക്കെ, അപ്പൊ ഇൻഫ്ലമേഷൻ ആണോ ട്യൂമർ ആണോ? അപ്പം ഒരു ജനറൽ നമ്മൾ ആ ഒരു ഐഡിയ ഉണ്ടാക്കണം. അതാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഐഡിയ. ഓക്കെ, ITIS എൻഡ് ചെയ്ത ഇൻഫ്ലമേഷൻ. OMAയിൽ എൻഡ് ചെയ്താൽ ബിനൈൻ ട്യൂമർ. കാർസിനോമയിൽ എൻഡ് ചെയ്താൽ എപ്പിത്തീലിയൽ ട്യൂമർ. സാർക്കോമയിൽ എൻഡ് ചെയ്താൽ മീസെൻകൈമൽ ട്യൂമർ. അതായത് സാർക്കോമ കണ്ട, ഓസ്റ്റിയോസാർക്കോമ, ലൈപ്പോസാർക്കോമ, ആൻജിയോസാർക്കോമ, ഇതെല്ലാം മീസെൻകൈമൽ ഒറിജിൻ ആണ്. മീസെൻകൈമൽ അതായത് ബോണ്, മസില്, ഓക്കെ, ഫാറ്റ്, ഇതെല്ലാം മീസെൻകൈമൽ ഒറിജിൻസ് ആണ്. മീസെൻകൈമൽ ഒറിജിനിൽ നിന്ന്
ഞാൻ അറിഞ്ഞൂടാതെ പോകരുത്. എന്തുകൊണ്ട് ചില ട്യൂമറുകൾ സാർക്കോമ എന്ന് പറയുന്നു? Because it is mesenchymal origin. കാർസിനോമ എന്ന് പറയുന്നത് എപ്പിത്തീലിയലാണ് അല്ലേ? റീനൽ സെൽ കാർസിനോമ, റെക്ടൽ ഇത് എപ്പിത്തീലിയൽ. സെമിനോമ, പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ്. സെമിനോമ ബിനൈൻ ആണോ മാലിഗ്നന്റ് ആണോ? സെമിനോമ ബിനൈൻ ആണോ മാലിഗ്നന്റ് ആണോ? യാസിൻ ബിനൈൻ. ബിനൈൻ. ആ ബിനൈൻ. പൊട്ടത്തെറ്റ്. ഓക്കെ, പൊട്ടത്തെറ്റാണ്. Sorry. സെമിനോമ ബിനൈൻ ആണ്. OMA എൻഡ് ചെയ്തു കണ്ടോ? സെമിനോമ കട്ട മാലിഗ്നന്റ് ആണ്. ഓക്കെ, ജേം സെൽ ട്യൂമർ ഓഫ് ടെസ്റ്റിസ് ആണ്, കട്ട മാലിഗ്നന്റ് ആണ്. അപ്പൊ അതൊരു എക്സെപ്ഷൻ ആണ് സെമിനോമ. അതുപോലെ ഒരു എക്സെപ്ഷൻ ആണ്. പ്ലീസ് റൈറ്റ്. ഞാൻ ആ പറഞ്ഞ ആ പേപ്പറിൽ എഴുതിക്കോ. മെലനോമ മാലിഗ്നന്റ് ആണ്. മെലനോമ മാലിഗ്നന്റ് ആണ്. ഓക്കെ, അപ്പൊ സെമിനോമ, മെലനോമ, വേറെ ഏതാണ്ട് മീസോതീലിയോമ ചോദിച്ചിട്ടുണ്ട്. കുഹാസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മീസോതീലിയോമ. അതായത് നമ്മളെ പ്ലൂറയിൽ വരുന്ന മാലിഗ്നൻസ് ആണ് മീസോതീലിയോമ. അപ്പൊ മീസോതീലിയോമ എന്ന് ഫസ്റ്റ് ടൈം കേൾക്കുന്ന കുട്ടികൾ ഉറപ്പായിട്ടും ഉണ്ടാവും ഈ ക്ലാസ്സിൽ. OMA എൻഡ് ചെയ്യുന്ന ബിനൈൻ എന്ന് പറഞ്ഞ് അടിക്കാൻ നിൽക്കും. ബിനൈൻ അല്ല, ഇറ്റ് ഈസ് പ്യൂർലി മാലിഗ്നന്റ്. മീസോതീലിയോമ ഈസ് എ മാലിഗ്നന്റ് ട്യൂമർ. ഓക്കെ, അപ്പം അതും ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു 3 തവണ മനസ്സിലാലോചിക്കുക. ഏത് സിസ്റ്റം ആണെന്ന് ആലോചിക്കുക. നമ്മുടെ സിനോപ്സിസിന്റെ സ്നാപ്ഷോട്ട് അങ്ങ് എഴുതി വെക്കുക, തകർക്കുക. ഓക്കെ, പാസ്സാവുക. അത്രേ ഉള്ളൂ. GCT കഴിഞ്ഞു. GCT സോബബിള് GCT പറഞ്ഞല്ലോ. GCT കഴിഞ്ഞു. എവിങ് സാർക്കോമ കഴിഞ്ഞു. ഓസ്റ്റോമൈലൈറ്റിസിൽ എക്സാമിനേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓസ്റ്റിയോമൈലൈറ്റിസിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ആണ് സെക്കുസ്ട്രം ഇൻവലൂക്രം. 1 മാർക്കിന് MCQ ആഷ്ലി ചോദിച്ചിട്ടുണ്ട്. MCQ കണ്ട, SA ഓസ്റ്റിയോമൈലൈറ്റിസ് SA ഇല്ല, ഇത് ഷോർട്ട് നോട്ടാണ്. ഇവിടെ പഠിച്ച MCQ കിട്ടി. ഇൻവലൂക്രം എന്ന് പറഞ്ഞാൽ എവിടെ കാണും? ഓസ്റ്റിയോമൈലൈറ്റിസ്. എന്താണ്? ന്യൂയർ ബോൺ. ഇനി സെക്കുസ്ട്രം കണ്ട, ഇത് ഈ പറഞ്ഞ ഡെഡ് ബോൺ. സെക്കുസ്ട്രം പൊക്കി നോക്കിയപ്പോൾ യു ഗെറ്റ് ഇൻവലൂക്രം. സെക്കുസ്ട്രം മീൻസ് ഡെഡ് ബോൺ. ഏത് കണ്ടീഷൻ? ഓസ്റ്റിയോമൈലൈറ്റിസ് ഇൻഫ്ലമേഷൻ. ആലോചിച്ചാൽ മതി. ബാക്ടീരിയ കാസിയം അല്ലെ? ബാക്ടീരിയൽ ഇൻഫ്ലമേഷൻ ആയിരിക്കും. പിന്നെ അപ്പം ലോജിക്കലി ഉള്ള കാര്യവും ജനറലി എഴുതേണ്ട പത്തോളജി ലാംഗ്വേജും കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കോസും എത്തിയോളജി എല്ലാം മനസ്സിൽ വന്നോളും. ഓക്കെ, ലൈപ്പോമ, OMA, ലൈപ്പോമ ഇത് കറക്റ്റാണ്. OMA ബിനൈൻ ആണ്. നമ്മുടെ അഡിപ്പോസൈറ്റിൽ വരുന്ന ട്യൂമറാണ്. ലൈപ്പോമ ബിനൈൻ. ലൈപ്പോസാർക്കോമ ആയാൽ മാലിഗ്നന്റ് മീസെൻകൈമൽ ട്യൂമർ. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെയാണ് ഷ്വാനോമ. ഇത് ബോൺ കഴിഞ്ഞ സോഫ്റ്റ് ടിഷ്യൂ ആണ്. ഷ്വാനോമ ചോദിച്ചിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്പിൻഡിൽസ് 2 പാറ്റേണിലൊക്കെ ഓർമ്മിക്കണം. കവിത മേഡം പറഞ്ഞു നിങ്ങളുടെ നോക്കിയിട്ട് പരീക്ഷയ്ക്ക് വരണമെന്ന്. ഡെഫിനറ്റ്ലി റെക്കോർഡിനകത്ത് നമ്മുടെ റെക്കോർഡിനകത്ത് വരയ്ക്കുന്നതായിരുന്നു. നിങ്ങൾക്ക് റഫ് റെക്കോർഡിനകത്ത് വരയ്ക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം റഫ് റെക്കോർഡിനകത്ത് ഉള്ള പിക്ചർ ഒക്കെ നോക്കിയിട്ട് ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇത് എന്തായാലും ഷ്വാനോമ ഇല്ലാത്ത ഒരു മെഡിക്കൽ കോളേജും കാണത്തില്ല. ഷ്വാനോമ പരീക്ഷ സ്ലൈഡ്. സോ ഷ്വാനോമ ചോദിച്ചിട്ടുണ്ട്. ആന്റണി പാറ്റേൺ പടം കവിത പറഞ്ഞതുപോലെ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ റെക്കോർഡ് നോക്കിയിട്ട് വന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും, മാർക്ക് കിട്ടും. ഓക്കെ, ക്ലിപ്പിന് മാത്രമല്ല സിസ്റ്റമിക് പാത്തോളജിക്കൽ റെക്കോർഡിലുള്ള പിക്ചേഴ്സ് ഒക്കെ നോക്കിയിട്ട് വരിക. ഇനി അടുത്ത പ്രീ മാലിഗ്നന്റ് ലീഷൻ ഓഫ് സ്കിൻ. പലരും അന്തം വിട്ടിരിക്കാറുണ്ട്, പലരും എഴുതാറില്ല. പേരുകൾ അറിയുന്നു. ബവൻസ് ഡിസീസ് എഴുതിക്കോ, സൈഡിരിക്കുന്ന പേര് എഴുതിക്കോ. പ്രീ മാലിഗ്നന്റ് ഡിസീസ് പേര് ബവൻസ് ഡിസീസ്, ബവനോയിഡ് പാപ്പിലോസിസ്, ആർസനിക് ടോസിസ്, സിറോഡർമ പിഗ്മെന്റോസ. ഓക്കെ, 4 എണ്ണം പഠിച്ചു. സിറോഡർമ, ആർസനിക് ടോസിസ്, ബവനോയിഡ് പാപ്പിലോസിസ്, ബവൻസിസ്. ഇതെല്ലാം എന്താണ്?
പ്രീ മാലിന്യൽ ലീഷൻ ഓഫ് സ്കിന്നാണ്. ഇനി ചോദിക്കുന്ന ലീഷൻ സിസ്റ്റം ഏതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ആ 7 ഹെഡിങ്ങിനകത്ത് എഴുതാൻ അറിയായിരിക്കും. പെംഫിഗസ് വൾഗാരിസ്, ബുള്ളസ് പെംഫിഗോയിഡ്, ഡെർമറ്റൈറ്റിസ് ഹെർപ്പറ്റിഫോമിസ്, പിന്നെ അടുത്ത് ഡാരിയേഴ്സ് ഡിസീസ്, ഹെയ്ലി ഡിസീസ്. പ്ലീസ് പേരുകൾ പഠിക്കണം. ഡേരിയസ് ഡിസീസ്, ഹെയ്ലി. പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടത് കൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത്, പഠിക്കാതെ വരരുത്. ഓക്കെ, നെക്സ്റ്റ് സ്ക്വാമസ് സെൽ കാർസിനോമ. ഇവിടെയും നിങ്ങൾ അറിയണം, സ്ക്വാമസ് സെൽ കാർസിനോമ സെക്കൻഡ് മോസ്റ്റ് കോമൺ ട്യൂമർ ആണ്. ഫസ്റ്റ് സ്കിന്നിൽ വരുന്ന ട്യൂമർ ബേസൽ സെൽ കാർസിനോമയാണ്. സ്ക്വാമസ് സെൽ കാർസിനോമ പഠിക്കുമ്പോൾ ലങ്ങിൽ സ്ക്വാമസ് സെൽ കാർസിനോമ ഉണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, 50-year ഫീമെയിൽ കംപ്ലൈൻസ് ഓഫ് ബ്ലീഡിംഗ് പെർ വജൈന. ഓക്കെ, പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിംഗ് പെർ വജൈന. USG ഷോസ് മാസ് പ്രൊട്രൂഡിംഗ് ത്രൂ വജൈന. അപ്പൊ 50-year ഫീമെയിൽ ആണ്, പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിംഗ് ആണ്, USGയില് എന്ത് ഒരു മാസ് പ്രൊട്രൂഡിംഗ് ത്രൂ വജൈന. വാട്ട് ഈസ് ദ ഡയഗ്നോസിസ്? യാസിൻ, എന്തെങ്കിലും ആൻസർ വരുന്നുണ്ടോ? പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിംഗ്, cervix എന്ന് പറയുന്നു. വെരി ഗുഡ്. CA സെർവിക്സ്. കണ്ട, CA സെർവിക്സിന്റെ മോസ്റ്റ് കോമൺ മൈക്രോസ്കോപ്പിക് പാറ്റേൺ is സ്ക്വാമസ് സെൽ കാർസിനോമ. ലങ്സിലുണ്ട് സ്ക്വാമസ് സെൽ കാർസിനോമ. ഇനി പെന്നിസിലുണ്ട് സ്ക്വാമസ് സെൽ കാർസിനോമ. സ്കിന്നോട് വരുന്ന അവിടെ സ്ക്വാമസ് സെൽ കാർസിനോമ വരില്ല. സ്ക്വാമസ് സെൽ കാർസിനോമ എവിടെ വന്നാലും അതൊരു അൾസറേറ്റീവ് ഗ്രോത്ത് ആണ്. കോളിഫ്ലവർ ലൈക്ക് അൾസറേറ്റീവ് ഗ്രോത്ത് ആയിരിക്കും. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. മൈക്രോസ്കോപ്പി എവിടത്തെ സ്ക്വാമസ് സെൽ കാർസിനോമയിലും മൈക്രോസ്കോപ്പിയിൽ ഡെഫിനറ്റ്ലി അത് സട്ടൈൽ അങ്ങോട്ടെ സ്കോപ്പിക് അപ്പിയറൻസ് സെൽ കാർസിനോമ. അടുത്ത മോസ്റ്റ് കോമൺ ക്യാൻസർ BCC. ഇത് എന്താണ്? ഇനി പറഞ്ഞല്ലോ ഓക്കെ. ഇവിടെ ബേസൽ സെൽ കാർസിനോമ പഠിക്കുമ്പോൾ ബേസൽ സെൽ കാർസിനോമ ഒരു പാറ്റേൺ പാറ്റേൺ ആണ്. ബേസലോയിഡ് സെൽസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്ട്രാറ്റം ബേസിലെ ഞാൻ കണ്ട സ്കിന്നിന് ഞാൻ ആദ്യമായിട്ടത് ഈ പടമാണ്. ഈ പടം, അതായത് വാട്ട് ഈസ് എപ്പിഡെർമിസ്. ഡെർമിസ് എപ്പിഡെർമിസിലെ നമ്മുടെ ബേസൽ കാർസിനോമ. കാർസിനോമ പൊട്ടിക്കണ്ടേ, പൊട്ടിച്ച് നമ്മുടെ ഉണ്ണിയാളന്റെ വെട്ടമ്പുണ്ട്. പറഞ്ഞു. ഹലോ ഇപ്പം കേൾക്കാം യാസിൻ. സർ, ഇപ്പം കേൾക്കാം. കേൾക്കുന്നില്ലേ? നേരത്തെ കേൾക്കാം. ഇപ്പം കേൾക്കാം. അല്ല സർ, എപ്പോഴും ബ്രേക്ക് ആവുന്നുണ്ട്. ആ വെട്ടം പോലെ ക്ലഫ്റ്റ് ഒരു ആർട്ടിഫാക്റ്റ് ആണ്, നമ്മുടെ പ്രോസസ്സിംഗ് സമയത്ത് വന്ന ആർട്ടിഫാക്റ്റ് ആണ്. ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഹലോ സർ. ഹലോ. യെസ് സർ. പിന്നെ ഒരു സ്റ്റുഡന്റ് ചോദിച്ചായിരുന്നു ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോന്ന്. യാസൻ, ഒരു 10 പേരെങ്കിലും പാർട്ടിസിപ്പന്റ് ഉണ്ടോ ഇപ്പൊ? യെസ് സർ, ഉണ്ട് സർ. ആവശ്യത്തിനുണ്ട് സർ. പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഓക്കെ സർ, ഇപ്പം കേൾക്കാം. അല്ല, ടോട്ടൽ എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ട് ഇപ്പൊ?
ഇപ്പൊ 30 ഉണ്ട്. അത് ഫ്ലക്ച്വേറ്റ് 30 ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ 30 സ്റ്റേബിൾ ആയിട്ടുള്ളത്. മതി 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 മതി. 10 കൂടുതലുണ്ടല്ലോ. സർ ക്ലിയർ ആവുന്നില്ല. Inside microscopy, you should write about basaloid cell. It is forming a next like that. You should decide in. Okay. Hello. ഇപ്പൊ കേക്കോ? Am I audible? ഇപ്പോഴും Hello. യെസ് സർ. ഇപ്പം കേൾക്കാം. ഹലോ യാസിൻ, ബ്രേക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ആവുന്നു സർ. ഫോണിന്റെ മറ്റേ ലാപ്ടോപ്പ് ആയിരുന്നില്ല, വൈഫൈ ആയിരുന്നു, അത് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫോണിലായതാണ് ഈ പ്രശ്നം. ഓക്കെ, ഇപ്പൊ ഓക്കെ? യെസ് സർ, ഇപ്പം കേൾക്കാം. ഹലോ. യെസ് സർ, കേൾക്കാം. ഓഡിബിൾ? യെസ് സർ. നെക്സ്റ്റ്, male genital system. Inside male genital system, you should seminoma, and you should know the classification of germ cell tumor of testis. Okay, you should know the pathogenesis of seminoma, types of seminoma. Next, gross appearance. Same, നമ്മുടെ ഹെഡിങ്ങിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയണം. Gross appearance, usually it is solid, rubbery, bosselated lesion. And you should know the microscopy. Microscopy, classically, it is what? Polygonal tumor cell. Tumor cells is polygonal. Polygonal means like this. Polygonal shaped tumor cell with hyperchromatic nuclei. Okay, with hyperchromatic nuclei. Kando, hyperchromatic nuclei. And along with that, you should write about this lymphocyte. Okay. ഒരു സ്റ്റുഡന്റ് ചോദിച്ചിട്ടുണ്ട് ബോസ്ലേറ്റഡിന്റെ അർത്ഥം എന്താന്ന്. ബോസിലേറ്റഡ് മീൻസ് ലൈക്ക് ദിസ്. കണ്ടോ, നമ്മൾ ഈ പൊട്ടറ്റോ കട്ട് ചെയ്യുമ്പോൾ ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ ലോബ്യൂൾസ് ഉണ്ടായിട്ട് കാണുന്നുണ്ടോ? ലൈക്ക് ദിസ് ലോബ്യൂൾസ്. ഇതാണ് ബോസിലേറ്റഡ് മാസ്. ഓക്കെ, യൂഷ്വലി എന്താണ് ഈ ബോസിലേഷൻ വരാനുള്ള കാരണം എന്താണ്? ഇറ്റ് ഈസ് എ ഹൈലി മാലിഗ്നന്റ് ട്യൂമർ ഡ്യൂ ടു അൺകൺട്രോൾഡ് പ്രോലിഫറേഷൻ ഓഫ് സെൽ. ന്യൂമറസ് ന്യൂ ടിഷ്യൂസ് ആർ ഫോമിങ് ആൻഡ് ഇറ്റ് ഈസ് പ്രൊട്രൂഡിങ്. ഓക്കെ, ആ പ്രൊട്രൂഷൻ കാരണമാണ് there is a bosilated appearance. Okay, next, prostate. Inside prostate, you should know about ITIS, that is inflammation, usually due to some organism. Next, BPH. H means hyperplasia, but you should know atrophy, hypertrophy, and hyperplasia. Okay, BPH, it is hyperplasia, not hypertrophy. Hyperplasia. Hyperplasia means cell in the size and number will increase. Hypertrophy എന്ന് പറഞ്ഞാൽ size മാത്രം increase. Here both size and number will increase. This is and hyperplasia. Main thing is both gland and stroma is increased in BPH, benign prostatic hyperplasia. Not only stroma, glands also hyperplasia. കേട്ടോ, രണ്ടും കൂടും. So study how to draw a picture of BPH. Draw ഇത് നമ്മുടെ ഹർഷ്മോൻ പിക്ചർ ആണ്. Okay, inside corpora amylase. Okay, this is eosinophilic structure. അത് വരയ്ക്കാൻ മറക്കരുത്. നെക്സ്റ്റ് അബൌട്ട് കാർസിനോമ പ്രോസ്റ്റേറ്റ്. കാർസിനോമ പ്രോസ്റ്റേറ്റ്, യൂഷ്വലി ഇറ്റ് ഈസ് അഡിനോകാർസിനോമ. ഇൻസൈഡ് ദിസ് യു ഷുഡ് സ്റ്റഡി അബൌട്ട് ഗ്ലീസൺ സ്കോർ. ഇത് ചോദിച്ചു, ലാസ്റ്റ് ടൈം ചോദിച്ചു, MCQ ആണ്. സ്കോറിംഗ് സിസ്റ്റം ഓഫ് അഡിനോകാർസിനോമ പ്രോസ്റ്റേറ്റ് ഈസ് ഗ്ലീസൺ സ്കോറിംഗ്. ഗ്ലീസൺ സ്കോറിംഗിനകത്ത് 5 ഗ്രേഡ് ഉണ്ട്, 1 to 5. പ്ലീസ് സ്റ്റഡി അബൌട്ട് ഗ്ലീസൺ സ്കോർ ഓർ ഗ്ലീസൺസ് ഗ്രേഡ്.
PSA. Usually this PSA is high in, അതായത് more than 4 nanogram is typically seen in prostatic cancer and our BPH. Prostatic cancer, it is increased more than 100, but in BPH, it is around up to 20. Next, FGT. FGT, you should know some basic simple questions. Classically, they will ask about adenomyosis. Normally, there is endometrium, inside endometrium. Next, myometrium, and periphery, there is perimetrium. If you see this endometrial tissue inside myometrium, that is known as adenomyosis. You should study about adenomyosis and endometriosis. Next, repeatedly asking question, gestational trophoblastic disease. 2019 batch ഫസ്റ്റ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഗസ്റ്റേഷൻ ട്രോഫോബ്ലാസ്റ്റിക്. അതായത് 2018 വരെ ഗസ്റ്റേഷൻ ട്രോഫോബ്ലാസ്റ്റിക് PG ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫ്രം 2019 they are repeatedly asking gestational trophoblastic disease. Actually, it is tumors and tumor-like condition with proliferation of placental tissue. So, gestational means tumor or tumor-like condition of placental tissue. Please study the classification, mainly complete mole, partial mole, and choriocarcinoma. This is easy tabular column. Please go through this. Okay. Next, carcinoma endometrium. Typical point, post-menopausal bleeding. In your question paper, if you see post-menopausal, please remember, not post-coital, post-menopausal, it represents what? Endometrial carcinoma. Inside endometrial carcinoma, there are types. Type 1 and type 2 and please study type 1 endometrioid, type 2 very aggressive serous clear cell and mixed tumor. Okay, type 1 type 2 പഠിക്കാം. Same growth from endometrium. Endometrium microscopy, you can able to see endometrial glands with the plandium. Okay, I know plandium എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. Pleomorphism, loss of basal polarity, anisonucleosis, high NC ratio or necrosis. And necrosis, not or, and necrosis. T for tumor, giant cell, and mitosis. If you see these features inside endometrium, it is typically for carcinoma, endometrial carcinoma. Okay, usually endometrial glands are arranged in tubular pattern. If you see sheet-like pattern, not in glands alla, sheet-like pattern, depending on that, sheet അല്ലെങ്കിൽ solid pattern ആണെങ്കിൽ, according to that, we are grading this tumor. If it is grade 3, more than 50% solid tumor ആയിരിക്കും. അതായത് this glandular pattern will lose and tumor cell will arrange in sheet-like pattern, like a sheet. Okay, here you can see some glands, central lumina. Okay, usually in grade 3 tumor, absence of lumina. Tumor cell arranged in sheet-like pattern. Next, tumors of myometrium. Our നമ്മുടെ OP സ്ഥിരം കാണുന്ന കേസസ് ലിയോമയോമ. ഓക്കെ, ഫൈബ്രോയിഡ് യൂട്രസ്, ദാറ്റ് മീൻസ് യൂട്രസിൽ മുഴ, കോമൺ. അത് ലിയോമയോമ benign ആണ്, OMA. It is ends with OMA, so it's a benign tumor. Well circumscribed, firm tumor. കണ്ട, ഇത് this is endometrium. Our leiomyoma, it is a benign tumor of myometrium. Okay, kanda benign ആണ്, well circumscribed, encapsulated lesion. Okay, മറക്കരുത്. So ലിയോമയോമ ആണെങ്കിൽ എന്താണ്, ജസ്റ്റ് ഈ മയോമെക്ടമി മാത്രം ചെയ്യാം അല്ലെ, അതാണ് എക്സിഷൻ മയോമെക്ടമി. ബട്ട് നമ്മുടെ ഗൈനക് ഡിപ്പാർട്ട്മെന്റിൽ യൂഷ്വലി ദേ വിൽ ഡു TAH. കണ്ട, ഈ പറഞ്ഞ പോലെ TAH, ടോട്ടൽ അബ്ഡോമിനൽ ഹിസ്റ്റക്ടമി, നെഫ്രക്ടമി, ഇതൊക്കെ എഴുതാൻ പറ്റിയാൽ ഈ വാക്കുകളൊക്കെ കൊണ്ട് ഉപയോഗപ്പെടണ്ടേ. സോ പ്ലീസ് കീപ് റൈറ്റിംഗ് ദ നെയിം ഓഫ് ദാറ്റ് ഓപ്പറേഷൻ. ഇഫ് യു നോ, ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. അതർവൈസ് ജസ്റ്റ് റൈറ്റ് എക്സിഷൻ, ഇറ്റ് ഈസ് ഇനഫ്. This is the microscopy. Usually smooth muscle ആണല്ലോ myometrium. So spindle cells like our schwannoma, like our meningioma,
there will be spindle cells in word-like pattern. Okay. Next, ovarian tumor. Ovarian tumor, classical question will be abdominal mass. അല്ലെങ്കിൽ they will ask us adnexal mass. Adnexal mass എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ abdominal lump. Abdomen വീർത്തിരിക്കുന്നു. Okay. If it is your answer, definitely the sub-question will be classify ovarian tumor. There are some tumor, actually this is ovary. There are so many tumors arising from surface of ovary. There is surface epithelial tumor. Surface epithelial tumor. Classification പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. Surface epithelial tumor. SMEC B. ഇതാണ് കോഡ്. SMEC B. Serous, mucinous, endometrioid, clear cell, transitional. B for Brunner, Brunner tumor. Okay, SMEC B, please go and study classification of ovarian tumor. Next, tumors arising from germ cell. Classical question. What is the counterpart of dysgerminoma in males? What is the counterpart of dysgerminoma in males? Yasin. സെമിനോമ എന്ന് പറയുന്നുണ്ട്. സൂപ്പർ. അതായത് if you know the microscopy of seminoma, അതായത് ആ polygonal cell with hyperchromatic nucleus surrounded by lymphocyte, നമ്മളെ ബോസിലേറ്റഡ് അപ്പിയറൻസ്, ഈ സെയിം തന്നെയാണ്, സെയിം മൈക്രോസ്കോപ്പി ആണ് ഏതിന്, നമ്മുടെ ഡിസ്ജെർമിനോമയ്ക്കും. സോ കണ്ട, അപ്പം ഡിസ്ജെർമിനോമ പഠിച്ച നമ്മുടെ സെമിനോമ ഈസി ആയി മൈക്രോസ്കോപ്പി. അപ്പം ബോത്ത് ആർ ജേം സെൽ ട്യൂമർ. സോ ആ പറഞ്ഞ പോലെ കോറിലേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. Next, sex cord stromal tumor. Inside sex cord stromal tumor and the granulosa cell thecoma, fibroma, fibrothecoma. Please go through and by heart all the names. Okay. ഈ germ cell tumor ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള another question is teratoma. Teratoma is a repeatedly asking question. Teratoma classify mature, immature. If immature contents are there, usually brain tissue ആണ്. It is there, it is immature. If it is not there, that is mature teratoma. Teratoma, you can see in the എല്ലാ germ cell layer, both ectodermal, mesodermal and endodermal tissue will be present in teratoma. Okay, next, carcinoma cervix, post-coital bleeding ആണ് due to multiple sexual partner. Okay, here you should know about HPV. Usually CA cervix due to HPV 16 and 18. Okay, 16 and 18. Due to multiple sexual partner, HPV will come and enter and it leads to CA cervix. Classical microscopic pattern is squamous cell carcinoma. Ippam SIN cervical intraepithelial neoplasia. SIN PIN. What is for PIN? What is the expansion of PIN? SIN means cervical intraepithelial neoplasia. SIN. PIN എന്താണ്? 2019 ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം 3 തവണ പിൻ ചോദിച്ചിട്ടുണ്ട്. പിൻ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ വരെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അതായത് 1 മാർക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ 10 എണ്ണം ഉണ്ടാവും. ഇപ്പൊ അതില്ല. ബട്ട് പിൻ വിൽ ആസ്ക് us MCQ. ആരെങ്കിലും എഴുതിയോ പിൻ? Prostatic intraepithelial neoplasia. Super. Prostatic intraepithelial neoplasia. ഇതും commonly asked question. PIN. SIN means cervical intraepithelial neoplasia. PIN means prostatic intraepithelial. Okay, both are in situ lesion. Okay, SIN ഇപ്പൊ യാസൻ കോള് കട്ടായില്ലല്ലോ അല്ലെ? ഒരു കോള് വന്നായിരുന്നു. ഹലോ യാസൻ, am I audible? ഇല്ല സാർ, കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ. Cervical intraepithelial neoplasia. Okay. Subtype classically the squamous cell carcinoma. What is this? Keratin pearl. Everywhere squamous cell carcinoma ആണോ? Definitely you should write and draw keratin pearl. Next, screening test for, if they ask CA services essay question, definitely they will ask about PAP test. A screening method to identify CA cervix early. From 35 years onwards, they can do regular
പാപ്സ് നിയർ എക്സാമിനേഷൻ. ഓക്കെ, അപ്പം പാപ്പ് ടെസ്റ്റ് മറക്കരുത്. സോ hope this session will be useful for you. 7:54 എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. താങ്ക് യു സോ മച്ച്. യാസിൻ അത്യാവശ്യം ഓക്കെ ആയിരുന്നല്ലേ? സർ യാസിനും ക്ലാസ് പോകാനുണ്ടായിരുന്നു. അവൻ 23 ബാച്ച് ആണ്. സോ അവന് ഇടയ്ക്ക് പോകേണ്ടി വന്ന്. ഞാൻ ജെറിയാണ് ജസ്റ്റ് ടേക്ക് ഓവർ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഓക്കെ ജെറി, യെസ് ഞാൻ സർ.